അതേപോലെ തന്നെ ദൈവവചനം സംസാരിക്കുന്ന കർത്താവിൻ്റെ ദാസനും വേണ്ടിയും പ്രാർത്ഥിക്കേണ്ടത് ആവശ്യമാണ്. അതുപോലെ തന്നെ നമ്മുടെ കയ്യിൽ നോട്ടുകൾ എഴുതുന്നതിന് വേണ്ട ബുക്ക്, പേന ഒക്കെ ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നോട്ട് തയ്യാറാക്കുന്നത് അല്ലെങ്കിൽ നോട്ട് എഴുതുന്നത് നല്ലതാണ്. അപ്പോൾ ആ ഒരു ക്രമീകരണം ഉണ്ടായിരിക്കുക. അതോട് ചേർന്ന് മറ്റൊരു കാര്യം കൂടി ഓർപ്പിക്കുന്നു. ദയവായി നിങ്ങളുടെ ഫോണ് സൈലൻറ്റ് മോഡിലേക്ക് മാറ്റുവാനായിട്ട് ഞാൻ ആവശ്യപ്പെടുന്നു. ദൈവന കേൾവിക്ക് അല്ലെങ്കിൽ പഠനത്തിന് തടസ്സമാകാതെ, മാത്രമല്ല മറ്റുള്ളവർക്കും ഒരു അശ്രദ്ധയ്ക്ക് കാരണമായി തീരും. അതുകൊണ്ട് ഫോണ് നമുക്ക് സൈലൻറ്റ് മോഡിലേക്ക് മാറ്റുവാനായിട്ട് ഞാൻ ആവശ്യപ്പെടുന്നു. അതുപോലെ തന്നെ കർത്താവിൻ്റെ ദാസനെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. ഡാനിയൽ വർഗീസ് പുനലൂർ നമുക്കൊക്കെ വളരെ സുപരിചിതനാണ്. അതിനോട് ചേർന്ന് ഒരു കാര്യം കൂടി ഞാൻ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. സാറിൻ്റെ ഒരു യൂട്യൂബ് ചാനലുണ്ട്, ദിവ്യാമൃതം എന്ന ചാനൽ. ഏതാണ്ട് 16,000-ലധികം സബ്സ്ക്രൈബേഴ്സും ഏതാണ്ട് 2,000-നടുത്ത് വീഡിയോസും അതിലുണ്ട്. അപ്പോൾ ഞാനിത് പറയുവാനുള്ള കാരണം, വ്യത്യസ്തമായ വേദപുസ്തക സംബന്ധമായ വ്യത്യസ്തമായ അനേക വിഷയങ്ങൾ അതിൽ സാറ് വളരെ ലളിതമായി വിവരിക്കുന്നുണ്ട്. വേദപുസ്തകത്തിൻ്റെ അടിസ്ഥാനപരമായ കാര്യങ്ങൾ അല്ലെങ്കിൽ അതിനോട് ബന്ധപ്പെട്ട ഉപദേശപരമായ കാര്യങ്ങൾ, ഒപ്പം നമുക്ക് അറിഞ്ഞുകൂടാത്ത, ഇതുവരെയും നാം കേട്ടിട്ടില്ലാത്ത അല്ലെങ്കിൽ ഇതുവരെയും നാം ശ്രദ്ധിക്കാത്ത വീഡിയോസ് അവിടെയുണ്ട്. ദിവ്യാമൃതം എന്നുള്ള ചാനൽ നിങ്ങളുടെ ഫോണുണ്ടല്ലോ, അതിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം എന്ന് യൂസിൽ ഓർപ്പിക്കുന്നു. അതുമാത്രമല്ല, അത് ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ്. ലോങ് വീഡിയോസ് ഒന്നുമല്ല, ചെറിയ ചെറിയ വീഡിയോകളാണ്. നമുക്ക് മനസ്സിലാകത്തക്ക വിധത്തിൽ ലളിതമായ നിലയിൽ അത് വീഡിയോസ് നമുക്ക് ലഭിക്കുന്നതാണ്. എല്ലാ ദിവസവും സാർ അത് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടി ഞാൻ നിങ്ങളെ ശുപാർശ ചെയ്യുന്നു, അല്ലെങ്കിൽ അങ്ങനെ ചെയ്യണം എന്ന് യൂസിൽ ഞാൻ ഓർപ്പിക്കുകയാണ്. ഇന്ന് നാം ദൈവവചനത്തിൽ നിന്ന് പഠിക്കുവാൻ പോകുന്ന വിഷയം രക്ഷയ്ക്കായി പ്രവർത്തിപ്പിൻ എന്നുള്ളതാണ്. ഒരു പക്ഷെങ്കിൽ നമുക്കിത് കേൾക്കുമ്പോൾ ഒരു ആകാംക്ഷ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതാണ് അതിൻ്റെ ഹൈലൈറ്റ് എന്ന് ഞാൻ യൂസിൽ ഓർപ്പിക്കുകയാണ്. ഫിലിപ്പി ലേഖനത്തിൽ നിന്നുള്ള ചിന്ത അല്ലെങ്കിൽ ഫിലിപ്പി ലേഖനത്തിൽ നിന്നുള്ള അടിസ്ഥാനപരമായ ചില ചിന്തകളാണ് സാർ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത്. സാറിനെക്കുറിച്ച് വ്യക്തിപരമായി നമുക്കറിയാം, ചില രോഗത്തിൻ്റെ പ്രയാസങ്ങളിലൂടെയൊക്കെ കടന്നുപോയി. എങ്കിലും ദൈവത്തിൻ്റെ കരുണയാൽ ശുശ്രൂഷയ്ക്ക് തടസ്സമാകാതെ വണ്ണം ആരോഗ്യവും മറ്റെല്ലാ കാര്യങ്ങളുമൊക്കെ നൽകി കർത്താവിൻ്റെ ദാസനെ ദൈവം നിലനിർത്തുന്നു. തന്നെയും ഓർത്ത് പ്രാർത്ഥിക്കണം. വരും ദിവസങ്ങളിൽ കർത്താവ് തന്നെ അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യട്ടെ. നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിൻ്റെ ടൈറ്റിൽ ഞാൻ ഓർപ്പിച്ചല്ലോ, രക്ഷയ്ക്കായി പ്രവർത്തിപ്പിൻ എന്നുള്ളതാണ്. തുടർന്നുള്ള സമയം കർത്താവിൻ്റെ ദാസന ദൈവത്തിൽ സംസാരിക്കും. നമുക്ക് പ്രാർത്ഥനയോടെ ആയിരിക്കാം. കർത്താവ് നമ്മെ ഓരോരുത്തരെയും സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. അതേപോലെ തന്നെ നമ്മുടെ ഹൃദയത്തിൻ്റെ കണ്ണുകളെ തുറക്കുന്നതിന് വേണ്ടി, ദൈവവചന പഠനത്തിനായി, ദൈവവചനത്തിന്മേൽ പ്രകാശനം ലഭിക്കേണ്ടതിനായി, ദൈവത്തിൻ്റെ ആത്മാവും നമ്മുടെ മേൽ പരിവർത്തിക്കേണ്ടതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥനയോടെ ആയിരിക്കാം. കർത്താവ് നമ്മെ അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യട്ടെ. ദൈവവചന പഠനത്തിനായിട്ട് കർത്താവിൻ്റെ ദാസനെ ക്ഷണിക്കുന്നു. കർത്താവിൻ്റെ ശ്രേഷ്ഠനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ചില വർഷങ്ങൾക്ക് ശേഷം പിന്നെയും ഒരിക്കൽ കൂടെ ഇവിടെ നടക്കുന്ന കൺവെൻഷനോടുള്ള ബന്ധത്തിൽ കടന്നു വരുവാൻ കർത്താവ് കൃപ നൽകിയതോർത്ത് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് പ്രഭാതത്തിലും ദൈവവചനത്തിന് മുമ്പാകെ നമ്മളായിരിക്കാനായിട്ട് പോവുകയാണ്. കഴിഞ്ഞ ദിവസം പ്രാർത്ഥിച്ച് ഈ വർഷത്തെ നമ്മുടെ കൺവെൻഷൻ സമാരംഭിക്കുവാൻ സ്വർഗത്തിലെ ദൈവം അനുവദിച്ചു. സ്വർഗത്തിലെ ദൈവത്തിന് ഹിതമായി ഇവിടെ നടക്കുന്ന പ്രവർത്തനങ്ങളെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. സോഷ്യൽ മീഡിയയിലൂടെയും മറ്റുമൊക്കെ പ്രവർത്തനങ്ങളൊക്കെ കാണാറുണ്ട്, കേൾക്കാറുണ്ട്, പ്രാർത്ഥനയിൽ ഓർക്കാറുണ്ട്. ദൈവം കഴിഞ്ഞ നാളുകളിൽ ഇവിടെയുള്ള പ്രവർത്തനത്തെയൊക്കെ കർത്താവ് ധാരാളം അനുഗ്രഹിച്ചു, സഹായിച്ചു. ദൈവദാസന്മാരെ കർത്താവ് നിലനിർത്തി വിവിധ നിലകളിൽ, വഴിയോരങ്ങളിലും വീടാന്തരവും ഒക്കെ സുവിശേഷ പ്രവർത്തനം ചെയ്യുന്നത് കാണാനിടയായി തീർന്നിട്ടുണ്ട്. കർത്താവിനെ സ്തുതിക്കുവാനും ഇടയായി തീർന്നിട്ടുണ്ട്. ഇന്ന് രാവിലെ സമയം വചനത്തിലേക്ക് നമ്മൾ തിരിയുകയാണ്. വളരെ പ്രാർത്ഥനയോടുകൂടെ ദൈവസന്നിധിയിൽ നമുക്ക് ആയിരിക്കാം. പ്രിയ ദൈവദാസൻ ഓർപ്പിച്ചതുപോലെ ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിൻ്റെ തലക്കെട്ട് എന്ന് പറയുന്നത് രക്ഷയ്ക്കായി പ്രവർത്തിപ്പീൻ എന്നുള്ള ഒരു വിഷയമാണ്. രക്ഷയ്ക്കായി പ്രവർത്തിപ്പീൻ.
ഇത് കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരു പക്ഷെങ്കിൽ വളരെ ബുദ്ധിമുട്ടുണ്ടാകാനായിട്ടുള്ളൊരു സാധ്യതയുണ്ട്. നമ്മളൊക്കെ പ്രതീക്ഷിച്ചിരുന്നത് രക്ഷയ്ക്കായിട്ട് പ്രവർത്തിക്കേണ്ടായിരുന്നല്ലോ, ഇനിയും എന്തിനാ നമ്മൾ രക്ഷയ്ക്കായിട്ട് പ്രവർത്തിക്കുന്നത് എന്നൊക്കെ ഒരു പക്ഷെങ്കിൽ ചിന്തിച്ചേക്കാം. കർത്താവ് നമുക്ക് കൃപ നൽകട്ടെ. പ്രിയ ദൈവദാസൻ നൽകിയ മുഖവുരയ്ക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. അപ്പോൾ സൂചിപ്പിച്ച ഒരു വേദഭാഗമുണ്ട് 119 സങ്കീർത്തനത്തിൽ. നമ്മളിങ്ങനെയാണ് വായിക്കുന്നത്: നിൻ്റെ ന്യായപ്രമാണത്തിലെ അത്ഭുതങ്ങളെ കാണേണ്ടതിന് എൻ്റെ കണ്ണുകളെ തുറക്കണമേ. നിൻ്റെ ന്യായപ്രമാണത്തിലെ അത്ഭുതങ്ങളെ കാണേണ്ടതിന് എൻ്റെ കണ്ണുകളെ തുറക്കണമേ. അത് നമ്മളുടെ ഹൃദയ ദൃഷ്ടിയാണ്, നമ്മുടെ ഹൃദയത്തിൻ്റെ ദൃഷ്ടിയാണ്. അക്ഷയഭൂഷണമായ ഹൃദയത്തിൻ്റെ ഒരു ഗൂഢ മനുഷ്യന് നമ്മളെല്ലാവരും ഉടമകളാണ്. അക്ഷയഭൂഷണമെന്ന ഹൃദയത്തിൻ്റെ ഒരു ഗൂഢ മനുഷ്യൻ. പത്രോസ് അപ്പോസ്തലൻ ആ വാക്ക് രേഖപ്പെടുത്തുന്നുണ്ട്. എന്നാൽ പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് നിങ്ങളുടെ ഹൃദയദൃഷ്ടി പ്രകാശിപ്പിച്ചിട്ട്. അപ്പോൾ നമ്മളുടെ ഹൃദയത്തിന് അല്ലെങ്കിൽ ഒരു പുതിയ മനുഷ്യൻ്റെ ആ ഹൃദയ കണ്ണുകൾ തുറക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് എന്നുള്ളത് പുതിയ നിയമത്തിലും പഴയ നിയമത്തിലും നമ്മൾ മനസ്സിലാക്കാനായിട്ട് കഴിയുന്നുണ്ട്. അത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിലൂടെ മാത്രമേ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് വളരെ പ്രാർത്ഥനയോടുകൂടെ ദൈവകൃപയോടെ ദൈവസന്നിധിയിൽ നമുക്ക് ആയിരിക്കാം. അപ്പോൾ എന്തിനാണ് നമ്മുടെ ഹൃദയദൃഷ്ടി പ്രകാശിപ്പിക്കേണ്ടത് എന്ന് ചോദിച്ചാൽ പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് ഇങ്ങനെയാണ്. എഫെസോസിലെ വിശ്വാസികൾക്ക് വേണ്ടി അവരുടെ ഒരു ജ്ഞാനോദയ പ്രാർത്ഥനയാണ് 1-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അത് 3-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അത് പ്രാവർത്തികമാക്കുന്നതിന് വേണ്ടിയുള്ള പ്രായോഗിക ആത്മീക ബലം ലഭിക്കേണ്ടതിന് വേണ്ടി പൗലോസ് പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ ആദ്യം നമുക്ക് വേണ്ടത് ആത്മീകമായിട്ടുള്ള ഒരു ഇൻസൈറ്റ്, ഒരു ഉൾക്കാഴ്ച നമുക്കെല്ലാവർക്കും ആവശ്യമാണ്. അത് നമ്മുടെ ഭൗതിക കണ്ണുകൾ കൊണ്ടോ മാനുഷികമായിട്ടുള്ള ജ്ഞാനമോ പരിജ്ഞാനമോ കൊണ്ട് അത് സാധ്യമല്ല. ശിഷ്യന്മാർ ആ നിലയിലൊക്കെ കർത്താവിനെയും കർത്താവിൻ്റെ ഉപദേശങ്ങൾ, കർത്താവ് പഠിപ്പിച്ച ഉപദേശങ്ങളെയൊക്കെ വിലയിരുത്താൻ നോക്കിയപ്പോൾ അവർക്കതിലൊന്നും വിജയം കണ്ടെത്താനായിട്ട് കഴിഞ്ഞില്ല. ഏറ്റവും ഒടുവിൽ എമ്മൗസിലേക്ക് പോയ ശിഷ്യന്മാരോടുള്ള ബന്ധത്തിൽ നമ്മൾ ആ കാര്യങ്ങളെല്ലാം വായിച്ച് ഏറ്റവും ഒടുവിലേക്ക് വരുമ്പോൾ കർത്താവ് സ്വർഗാരോഹണം ചെയ്യുന്നതിന് മുമ്പ് കർത്താവ് ചെയ്ത ഏറ്റവും വലിയൊരു കാര്യം, ലോർഡ് ഓപ്പൺഡ് ദെയർ അണ്ടർസ്റ്റാൻഡിങ്. ദൈവം അല്ലെങ്കിൽ നമ്മുടെ കർത്താവ് അവരുടെ ബുദ്ധിയെ തുറന്നു എന്ന് വായിക്കുന്നുണ്ട്. ബുദ്ധിയെ തുറന്നു. ആ ബുദ്ധി എന്നവിടെ ഉപയോഗിച്ചിരിക്കുന്നത് അണ്ടർസ്റ്റാൻഡിങ് എന്നുള്ളൊരു പദമാണ്. അതായത് ഗ്രഹിക്കാനുള്ള കഴിവ്, തിരിച്ചറിയാനുള്ള ഒരു കഴിവ്. അപ്പോൾ പൗലോസും പ്രാർത്ഥിക്കുന്ന അതുതന്നെയാണ്. നമ്മളുടെ ഹൃദയദൃഷ്ടി പ്രകാശിപ്പിച്ചിട്ട് അവൻ്റെ വിളിയാലുള്ള ആശ ഇന്നതെന്ന് തിരിച്ചറിഞ്ഞ് അവൻ്റെ കൃപാമഹത്വത്തിൻ്റെ പുകഴ്ചയ്ക്കായിട്ട് നിലനിൽക്കുക. ആ അപ്പോസ്തലനായ പൗലോസിൻ്റെ ഒരു പ്രാർത്ഥന ഒരൊറ്റ സെൻറ്റൻസിലൊക്കെ അങ്ങ് ഒതുക്കുകയാണ്. പക്ഷേ അത് എത്ര മണിക്കൂറുകൾ നമ്മൾ ചിന്തിച്ചാലും പഠിച്ചാലും മനസ്സിലാകാൻ വളരെ ബുദ്ധിമുട്ടുള്ള ചില ആശയങ്ങളാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത്ര മാത്രമേ ഉള്ളൂ, നമ്മളുടെ ഹൃദയദൃഷ്ടി നമ്മൾ പ്രകാശിപ്പിക്കണം. അതിന് വളരെ വില നമ്മൾ കൊടുക്കേണ്ടതായിട്ടുണ്ട് ഹൃദയദൃഷ്ടി പ്രകാശിപ്പിക്കുന്നതിന് വേണ്ടി. അതുകൊണ്ട് ദൈവസന്നിധിയിൽ വളരെ പ്രാർത്ഥനയോടുകൂടെ നമുക്ക് ഈ വേദഭാഗത്തിലേക്ക് നമുക്ക് വരാം. ഓർപ്പിച്ചതുപോലെ ഫിലിപ്പ് ലേഖനത്തിൽ നിന്നാണ് നമ്മൾ ചിന്തിക്കാനായിട്ട് പോകുന്നത്. ഫിലിപ്പ് ലേഖനം 2-ാം അധ്യായം, ഫിലിപ്പ് ലേഖനം 2-ാം അധ്യായം 12-ാമത്തെ വാക്യമാണ് പ്രാരംഭത്തിൽ. ആ വാക്യം നമുക്കൊന്ന് വായിച്ച് കേൾക്കാം. ഫിലിപ്പ് ലേഖനം 2-ാം അധ്യായം 12-ാമത്തെ വാക്യം. അവിടെ ഇങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത്: അതുകൊണ്ട് പ്രിയമുള്ളവരെ, നിങ്ങൾ എല്ലായ്പ്പോഴും അനുസരിച്ചതുപോലെ ഞാൻ അരികത്തിരിക്കുമ്പോൾ മാത്രമല്ല, ഇന്ന് ദൂരത്തിരിക്കുമ്പോൾ ഏറ്റവും അധികമായി ഭയത്തോടും വിറയലോടും കൂടെ നിങ്ങളുടെ രക്ഷയ്ക്കായി പ്രവർത്തിപ്പേൻ. നിങ്ങളുടെ രക്ഷയ്ക്കായി പ്രവർത്തിപ്പേൻ. അപ്പോൾ അതുകൊണ്ട് തലക്കെട്ട് നമ്മൾ അതുപോലെ തന്നെ കൊടുക്കുന്നു: രക്ഷയ്ക്കായിട്ട് പ്രവർത്തിപ്പീൻ, രക്ഷയ്ക്കായിട്ട് പ്രവർത്തിപ്പീൻ എന്നുള്ളത്. അപ്പോൾ ഈ വിഷയത്തോടുള്ള ബന്ധത്തിൽ നമ്മളൊരു 4 കാര്യങ്ങളാണ് ചിന്തിക്കാനായിട്ട് പോകുന്നത്. രക്ഷയ്ക്കായി പ്രവർത്തിപ്പീൻ എന്ന് പറഞ്ഞാൽ എന്താണ്?
അതാണ് ഒന്നാമത് നമ്മൾ ചിന്തിക്കാനായിട്ട് പോകുന്നത്. രക്ഷയ്ക്കായി പ്രവർത്തിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? രണ്ടാമത് നമ്മൾ ചിന്തിക്കുന്നത് എന്തിനാണ് രക്ഷയ്ക്കായിട്ട് പ്രവർത്തിക്കുന്നത്, എന്തിനാണ് രക്ഷയ്ക്കായിട്ട് പ്രവർത്തിക്കുന്നത്. ഒന്നാമത്തെ എന്ത്, രണ്ടാമത്തേത് എന്തിന്, മൂന്നാമത്തേത് എങ്ങനെയാണ് രക്ഷയ്ക്കായിട്ട് പ്രവർത്തിക്കുന്നത്. എങ്ങനെയാണ് രക്ഷയ്ക്കായിട്ട് പ്രവർത്തിക്കുന്നത്. നാലാമതായിട്ട് എന്തെല്ലാം കാര്യങ്ങളിലൂടെയാണ് നമുക്ക് ഈ രക്ഷയ്ക്കായിട്ട് പ്രവർത്തിക്കുക എന്നുള്ളത് നമ്മുടെ ജീവിതത്തിൽ സാധൂകരിക്കാനായിട്ട് പോകുന്നത്. ലളിതമായിട്ട് എന്ത്, എന്തിന്, എങ്ങനെ, എന്തെല്ലാം. വളരെ ലളിതമാണ് കേട്ടോ. വളരെ ലളിതമായിട്ടുള്ള ആശയങ്ങൾ വളരെ ലളിതമായിട്ട് പങ്കുവെക്കുകയാണ്. ഈ നാളുകളിൽ നമുക്ക് ഏറ്റവും അത്യാവശ്യമായിട്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് നമ്മളോട് സംസാരിക്കാനുള്ള ആശയങ്ങൾ തന്നെയാണ് നമ്മൾ ചിന്തിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ അതിനു മുമ്പ് ഫിലിപ്പിയ സഭയോടുള്ള ബന്ധത്തിൽ ഒരു വാക്ക് ഞാൻ പറഞ്ഞുകൊള്ളട്ടെ. കൂടുതൽ കാര്യങ്ങൾ പിന്നീട് ഞാൻ പറയുന്നതായിരിക്കും. ബൈബിളിൽ ഒരുപാട് സ്ഥലം സഭകളെക്കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. ഈ നാളുകളിൽ ഞാൻ അതിനോടുള്ള ബന്ധത്തിലൊന്ന് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ വീടിനടുത്ത് പുതിയൊരു പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. അവിടെ ഒരു ബൈബിൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തു. ചുറ്റുപാടുമുള്ള സ്ഥലസഭയിൽ നിന്ന് കുറച്ച് പേരൊക്കെ അവിടെ വരാറുണ്ട്. അപ്പോൾ ബൈബിളിലെ സ്ഥലം സഭകൾ എന്നുള്ളൊരു വിഷയമാണ് അവിടെ പഠിപ്പിക്കാനായിട്ട് ആരംഭിച്ചത്. യെരുശലേം സഭയോടുള്ള ബന്ധത്തിൽ തീർന്നു. ഇനി 2 ആഴ്ച എനിക്ക് മീറ്റിംഗ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെയും മടങ്ങിച്ചെന്ന് അടുത്ത അന്ത്യോക്യ സഭയിലേക്ക് പ്രവേശിക്കുകയാണ്. അപ്പോൾ ദൈവം അനുവദിച്ചാൽ ഇങ്ങനെ ലവോദിക്യ സഭ വരെയുള്ള ഓരോ പഠനങ്ങൾ നമ്മുടെ ആത്മീക ജീവിതത്തിന്, സഭാജീവിതത്തിന്, നമ്മുടെ ശുശ്രൂഷ ജീവിതത്തിന് ഇത് വളരെ വിലപ്പെട്ട കാര്യമാണ്. അപ്പോൾ ഫിലിപ്പിയ സഭയോടുള്ള ബന്ധത്തിലും ചില കാര്യങ്ങളൊക്കെ ഞാനിങ്ങനെ ചിന്തിക്കാനായിട്ടിടയായി തീർന്നു. നോട്ട്സൊന്നും പ്രിപ്പയർ ചെയ്തില്ല. ഞാനിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ആദ്യം എൻ്റെ മനസ്സിൽ വന്ന ഒരു ചിന്ത ഇതാണ്. സ്ഥലം സഭകളെക്കുറിച്ച് പഠിക്കുമ്പോൾ നമ്മളുടെ മനസ്സിൽ സ്ഥലം സഭകളെ 2ആയിട്ട് തിരിക്കാം. നല്ല സഭകളും ബാക്കി എന്താ പറയേണ്ടതെന്ന് എനിക്കറിയത്തില്ല. അതുകൊണ്ട് നിങ്ങൾ തന്നെ അങ്ങ് പറയാൻ വേണ്ടി ഞാനങ്ങ് അവസരം തന്നതാണ്. നമുക്കറിയാമല്ലോ, നമ്മൾ പലപ്പോഴും പറയും അതൊരു നല്ല സഭയാണ്. ഇനി ചില സഭകളെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ ഇതുപോലൊരു സഭ ഇല്ലേ, ഇതേപോലൊരു സഭ എന്ന് നമ്മൾ പറയാറുണ്ട്. പക്ഷെങ്കിൽ അങ്ങനെയൊന്നും നമ്മൾ പറയേണ്ട ആവശ്യമില്ല. സഭകളെല്ലാം നല്ലത് തന്നെയാണ്. പക്ഷേ ചില പ്രവർത്തനങ്ങൾ, ചില രീതികൾ, ചില പ്രശ്നങ്ങൾ, ഇതൊക്കെ വരുമ്പോഴാണ് ആ സഭ നല്ലതാണോ മോശമാണോ എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഒരു ചോദ്യം ഞാൻ ചോദിക്കുകയാണ്. ബൈബിളിലെ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്ന യെരുശലേം സഭ മുതൽ ഇങ്ങനെ ലവോദിക്യ സഭ വരെയുള്ള സഭ നമ്മുടെ മനസ്സിലേക്കൊന്ന് എടുത്തു കഴിഞ്ഞാൽ ഒത്തിരി സ്ഥലസഭകളുണ്ട്. ഒട്ടുമിക്ക സ്ഥലസഭകളെക്കുറിച്ച് നമുക്ക് നന്നായിട്ടറിയാം. ഏറ്റവും നല്ലൊരു സഭ ഏതാന്ന് പറഞ്ഞാൽ നിങ്ങൾ ഏത് പറയും? നിങ്ങൾ പഠിച്ചിട്ടുള്ളതിലേക്കും വെച്ച് ഏറ്റവും നല്ലൊരു സഭ ഏതാ? അദ്ദേഹത്തിന് സുവിശേഷ വേലയോട് താല്പര്യമുള്ളതുകൊണ്ട് അത് അങ്ങനെ പറഞ്ഞത്. ഇനി ഏതെങ്കിലും നമ്മുടെ മനസ്സിൽ വരുന്ന നല്ല സഭ എന്ന് പറഞ്ഞാൽ അങ്ങ് 100% മാർക്കൊന്നും നമ്മൾ കൊടുക്കണ്ട. നമ്മളുടെ മനസ്സിൽ ഒരു നല്ല സഭ ഞാൻ പറഞ്ഞ ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ടാണ്. അത് തീർച്ചയായും അത് നല്ലൊരു കാര്യമാണ്. എൻ്റെ സഭയാണ്, ഞാൻ ഉൾപ്പെട്ട് നിൽക്കുന്ന അങ്ങനെയൊരു ചിന്ത ഉണ്ടെങ്കിൽ നമ്മൾ നല്ലൊരു ശുശ്രൂഷകനാണെന്ന് അതിൻ്റെ അർത്ഥം. ഇന്ന് നമ്മളുടെ ഇടയിൽ നമ്മൾ പ്രവർത്തിക്കുന്ന സ്ഥലം സഭകൾ പോലും നമുക്കിന്ന് ഇഷ്ടമല്ല. പിന്നെ എങ്ങനെ പ്രവർത്തനം ശരിയാവും? പിന്നെ എങ്ങനെ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് പറ്റും? ശരിയാ, ഏറ്റവും നല്ലൊരു സ്ഥലം സഭയായിട്ട് ഞാൻ നിൽക്കുന്ന എൻ്റെ സ്ഥലസഭയെ എനിക്ക് കാണാനുള്ള ഒരു എനിക്കുണ്ടായാൽ മാത്രമേ എനിക്കവിടെ നല്ലൊരു ശുശ്രൂഷകനായിട്ട് എനിക്ക് തുടരാനായിട്ട് സാധിക്കത്തുള്ളൂ. അതിന് ഉദാഹരണങ്ങൾ ഒരുപാടുണ്ട്. ഞാൻ പിന്നീട് ദൈവം അനുവദിച്ചാൽ പറയാം. നമുക്കറിയാം, ഫിലിപ്പിയ സഭ നല്ലൊരു സഭയായിരുന്നു, നല്ലൊരു സ്ഥലസഭയാണ്. അതുപോലെ തന്നെ തെസലോനിക്ക സഭ നല്ലൊരു സഭയാണ്. ഈ പറഞ്ഞ പോലെ അന്ത്യോക്യ സഭ നല്ലൊരു സ്ഥലസഭയാണ്.
യെരുശലേം സഭ. അപ്പോൾ ഏത് സഭ എടുത്താലും അവിടെ നല്ലതുമുണ്ട്, ഒരു പക്ഷെങ്കിൽ അല്പം ചില പ്രയാസങ്ങളൊക്കെ ആ സ്ഥലസഭയോടുള്ള ബന്ധത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഫിലിപ്പി സഭയെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നല്ലൊരു സ്ഥലസഭയാണ്. അവിടെ എന്നാൽ പ്രശ്നങ്ങളുണ്ടോയെന്ന് ചോദിച്ചാൽ അവിടെ ഇവിടങ്ങളിലായിട്ട് ചില പ്രശ്നങ്ങളുണ്ട്. അത് നന്നായിട്ട് വായിക്കുമ്പോൾ നമുക്കത് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇനി അതൊക്കെ പോട്ടെ, നല്ല സഭയൊക്കെ അങ്ങ് വിട്. ബൈബിളിൽ രേഖപ്പെടുത്തി ഏറ്റവും മോശം സഭ ഏതാന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് യാതൊരു കൺഫ്യൂഷനും ഉണ്ടാവത്തില്ല. നിങ്ങളെല്ലാം ഒരേ നാവിനാൽ ഒരു സ്ഥലസഭയുടെ പേര് പറയും. കണ്ട, എല്ലാവരും ചുണ്ടനക്കുന്നു. എനിക്ക് വായിക്കാൻ പറ്റുന്നുണ്ട്. നിങ്ങൾ പുതുക്കിയ പറഞ്ഞാലും എനിക്ക് കേൾക്കാൻ പറ്റുന്നുണ്ട്, അല്ലേ? എന്താ അതിൻ്റെ കാരണം? കൊരിന്ത്യ സഭയിൽ നിന്ന് നമ്മളുടെ മനസ്സിൽ വരാനായിട്ടുള്ള കാരണം എന്താ? ഇല്ലേ, നിങ്ങൾ പറഞ്ഞില്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ അതായിരുന്നെന്ന് എനിക്കറിയാം. എന്താ പറയാനായിട്ടുള്ള കാരണം എന്താ? അവർ ആത്മീക വളർച്ച പ്രാപിച്ചിട്ടില്ല, പക്വതയിലെത്തിയിട്ടില്ല, അവരിപ്പോഴും ശൈശവാവസ്ഥയിൽ തന്നെ തുടരുന്നു, അവരിൽ ജഡീക സ്വഭാവമുള്ളവർ ധാരാളമുണ്ട്. ഇനി ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നാമത്തെ ലേഖനം തന്നെ എടുത്താൽ 16 അധ്യായങ്ങളുണ്ടെങ്കിൽ 16 അധ്യായത്തിലും 16 പ്രശ്നങ്ങളാണ് അപ്പോസ്തലനായ പൗലോസ് ഡീല് ചെയ്യുന്നത്. അല്ലെങ്കിൽ അവർ ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കുന്നവരായിരുന്നു, ആ ചോദ്യങ്ങൾക്കാണ് ഉത്തരം തരുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ പലവിധമാകുന്ന പ്രശ്നങ്ങൾ കൊണ്ട് ആ സ്ഥലം സഭ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്. പക്ഷേ ഈ സ്ഥലം സഭ ദൈവം സ്ഥാപിച്ചതാണ്, അതൊരു നിലവിളക്കാണ്, അത് അപ്പോസ്തലനായ പൗലോസിലൂടെ സ്ഥാപിക്കപ്പെട്ടതാണ്. പക്ഷെങ്കിൽ ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടെങ്കിലും അതെല്ലാം തൻ്റെ മനസ്സിൽ വെച്ചിട്ട് താൻ തൂലികയെടുക്കുമ്പോൾ എഴുതി തുടങ്ങുമ്പോൾ ഇങ്ങനെയാണ്: ഞാൻ നിങ്ങളെ ഓർക്കുമ്പോഴൊക്കെയും എൻ്റെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നമ്മളായിരുന്നു എങ്ങനെ എഴുതിയേനെ? തൂലിക കുറച്ച് നേരം മാറ്റി വെച്ചിട്ട് 2 കൈയും തലയിലോട്ട് വെച്ചിട്ട്, എൻ്റെ ദൈവമേ, ഞാൻ ഇവർക്ക് തന്നെ ലേഖനം എഴുതണ്ടി വന്നല്ലോ എന്ന് ചിന്തിച്ച് ഒരു പക്ഷെങ്കിൽ നമ്മൾ മുന്നോട്ട് പോകും. പക്ഷേ അപ്പോസ്തലനായ പൗലോസിന് ഒരു കാര്യം ഉറപ്പായിരുന്നു: അവർ വിശുദ്ധീകരിക്കപ്പെട്ടവരാണ്, അവർ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ചോരയാൽ വീണ്ടെടുക്കപ്പെട്ടവരാണ്. അവരില്ലെങ്കിൽ അവർ രക്ഷിക്കപ്പെട്ടിട്ട് അല്ലെങ്കിൽ രക്ഷയിലേക്ക് വന്നിട്ട് ഒരു സ്ഥലം സഭ അവിടെ സ്ഥാപിക്കപ്പെട്ടിട്ട് 1 വർഷമേ ആയിട്ടുള്ളൂ. അവർ ശൈശവാവസ്ഥയിലാണ്. പൈശാചികൻ അവരെ തകർത്ത് കളയാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതെല്ലാം അപ്പോസ്തലനായ പൗലോസ് മനസ്സിലാക്കി. ഞാൻ നിങ്ങളെ ഓർക്കുമ്പോഴൊക്കെയും എൻ്റെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. മാത്രമല്ല, നിങ്ങളെ ഞാൻ എൻ്റെ ഹൃദയത്തിൽ ഞാൻ വഹിച്ചിരിക്കുകയാണ്, നിങ്ങളെ ഞാൻ എൻ്റെ ഹൃദയത്തിൽ ഞാൻ ഉൾക്കൊണ്ടിരിക്കുകയാണ്. നമുക്കിത് സാധിക്കുമോ? ഇങ്ങോട്ട് വരുമ്പോൾ ഈ കൊരിന്ത്യ സഭയിൽ നിന്ന് അപ്പോസ്തലനായ പൗലോസ് സഹിച്ചതുപോലെ പ്രയാസങ്ങൾ വേറെ ഒരിടത്തൊന്നും സഹിച്ചിട്ടില്ല. അതിൽ ഏറ്റവും വലിയൊരു പ്രശ്നമായിരുന്നു ഒറ്റ ചോദ്യം: അപ്പോസ്തലനാണോ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മുടെ അടുത്ത് ചോദിക്കുക, നമ്മളൊരു സഭയിൽ സുവിശേഷകനായിട്ട് വേല ചെയ്യുക, നമ്മുടെ അടുത്ത് ചോദിക്കുക, ഇല്ല, ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇവരൊക്കെ ഇങ്ങനെ ക്യാപ്ചർ ചെയ്യുമെന്നുള്ളത് കൊണ്ട് ഒത്തിരി ഒന്നും പറയുന്നില്ല. അങ്ങനെ ഒരു ചോദ്യം നമ്മളോട് വന്നാൽ നമ്മൾ എങ്ങനെയാ സ്ഥലസഭയിൽ നമ്മളൊക്കെയാണ് എന്താ ചെയ്യുന്നത്? നമ്മൾ ഏത് വിധേനയും അവിടെ നിന്ന്, അല്ലെങ്കിൽ പൗലോസിൻ്റെ ഭാഷ പറഞ്ഞ വല്ല വിധേനയും അവിടെ നിന്ന് ഒഴിഞ്ഞു മാറാനായിട്ട് ശ്രമിക്കാറുണ്ട്. എന്നാൽ അപ്പോസ്തലനായ പൗലോസ് ഇങ്ങനെയാണ് ഒരു ദൈവദാസൻ പറഞ്ഞിരിക്കുന്നത്: ദൈവത്തിന് കൊരിന്ത് പോലുള്ള ഒരു പട്ടണത്തിൽ സ്ഥലം സഭ സ്ഥാപിക്കാൻ കഴിയുമെങ്കിൽ സ്ഥലം സഭ സ്ഥാപിക്കാതിരിക്കാൻ കഴിയാവുന്ന അല്ലെങ്കിൽ കഴിയാതിരിക്കുന്ന ഒരു സ്ഥലവും ഈ ലോകത്തിലില്ലെന്ന. ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇത്രമാത്രം പ്രശ്നങ്ങളുള്ള, പ്രതികൂലങ്ങളും പ്രതിസന്ധികളും അല്ലെങ്കിൽ സാൻമാർഗികമായി ഇത്രമാത്രം അധപ്പതനത്തിലേക്ക് പോയ ഒരു സ്ഥലമായിരുന്നു കൊരിന്ത്. അവിടെ ദൈവത്തിനൊരു സ്ഥലം സഭ സ്ഥാപിക്കാൻ കഴിയുമെങ്കിൽ ഈ ലോകത്തിൽ വേറൊരു സ്ഥലം സഭ അല്ലെങ്കിൽ സ്ഥലവുമില്ല ദൈവത്തിന് സ്ഥലം സഭ സ്ഥാപിക്കാതിരിക്കാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് ഏത് സ്ഥലത്തുള്ളവരായിരുന്നാലും ഏത് വ്യക്തിയായിരുന്നാലും അവരെ കർത്താവിങ്കലേക്ക് നയിക്കാൻ ദൈവത്തിന് കഴിയും. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്: ആ രക്ഷിക്കപ്പെട്ടവരെല്ലാം 100% പരിശുദ്ധരായിരിക്കണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. പക്ഷേ അവരെ ക്രിസ്തുവിൻ്റെ അതേ പ്രതിമയായിട്ട് നിലനിർത്താനുള്ള ഉത്തരവാദിത്തം പ്രിയ ദൈവദാസനെയാണ് ദൈവം അത് ഏൽപ്പിച്ചിരിക്കുന്നത്.
അവിടെ നിന്നൊന്നും ഒളിച്ചോടിയിട്ട് യാതൊരു രക്ഷയും ഇല്ല. അപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് ഇന്ന് പകലിലും നമ്മുടെ ഹൃദയത്തോട് സംസാരിക്കുമ്പോൾ, ഞാൻ വരുന്ന നാളുകളിൽ എൻ്റെ കർത്താവിന് വേണ്ടി ഞാൻ എങ്ങനെ നിലകൊള്ളണം, കർത്താവിൻ്റെ വേലയിൽ ഞാൻ എങ്ങനെ വർദ്ധിച്ചു വരണമെന്നുള്ളത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളോട് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കൊരിന്ത്യ സഭയോടുള്ള ബന്ധത്തിൽ നമുക്കതങ്ങനെ ചിന്തിക്കാനായിട്ട് സാധിക്കും. ഇനി പിന്നീട് നമുക്ക് ഓരോ വിഷയങ്ങളോടുള്ള ബന്ധത്തിൽ വരുമ്പോൾ ഓരോ സ്ഥലസഭയിലേക്കും നമുക്കൊന്ന് കടന്നു ചെല്ലാം. അപ്പോൾ ഈ വാക്യത്തിലേക്ക് തന്നെ നമുക്കൊന്ന് മടങ്ങി വരാം. ഫിലിപ്പ് ലേഖനം 2-ാം അധ്യായം. ഈ ഫിലിപ്പിയ ലേഖനം അപ്പോസ്തലനായ പൗലോസ് എഴുതുന്നതിന് ചില കാരണങ്ങളുണ്ട്. നമുക്കെല്ലാം അറിയാം, നമ്മളെപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, ഈ ഫിലിപ്പ് ലേഖനം 4 അധ്യായമേ ഉള്ളെങ്കിലും ഏതാണ്ട് 18-ലധികം പ്രാവശ്യം രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു വാക്കാണ് എന്ത്? സന്തോഷിപ്പീൻ, 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 പിന്നെയും സന്തോഷിപ്പീൻ, കർത്താവിൽ സന്തോഷിപ്പീൻ. അങ്ങനെ ആവർത്തിച്ച് പറഞ്ഞിരിക്കുന്ന ഒരു വാക്ക് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതിനൊരുപാട് കാരണങ്ങൾ അപ്പോസ്തലനായ പൗലോസിന് പറയാനായിട്ട് ഉണ്ടായിരുന്നു. അതിന് കാരണങ്ങളൊക്കെ ഉണ്ട്, അതെല്ലാം നമുക്കറിയാവുന്നതുകൊണ്ട് ഞാൻ ആ ഭാഗത്തേക്ക് വരുന്നില്ല. എന്നാലും ആ സന്തോഷം കെടുത്തുന്ന ചില വസ്തുതകളും ആ സ്ഥലം സഭയിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. സന്തോഷം കെടുത്തുന്ന പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു. ഈ സ്ഥലം സഭ ആരംഭിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ പൈശാചികൻ്റെ വലിയൊരു പ്രവർത്തനം ഉണ്ടായിരുന്നു. നമുക്കറിയാം, അപ്പോസ്തലനായ പൗലോസിൻ്റെ 1, 2, 3 മിഷനറി യാത്രകൾ. ഇത് നമുക്കറിയാം. ഒന്നാമത്തെ മിഷനറി യാത്രയിൽ നമുക്കറിയാം ബർന്നബാസും പൗലോസും പിന്നെ ഒരു ചെറിയ പയ്യനോട് തൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അതാരായിരുന്നു? മർക്കോസ് എന്ന മറുപേരുള്ള യോഹന്നാൻ. ഇവർ 3 പേരുകൂടിയാണ് സുവിശേഷ വേലയ്ക്കായിട്ട് പോകുന്നത്. അപ്പോൾ അനേക സ്ഥലങ്ങൾ സന്ദർശിച്ച് ഇങ്ങനെ പോയപ്പോൾ പകുതിയായപ്പോൾ ഈ മർക്കോസ് അങ്ങ് തിരികെ പോയി. അങ്ങനെ വളരെ ബുദ്ധിമുട്ട്. ആ തിരികെ പോയ സ്ഥലത്ത് അവർക്കവിടെ ഒന്ന് പരസ്യയോഗത്തിന് സംസാരിക്കാൻ പോലും കഴിഞ്ഞില്ല. എന്ന് പറഞ്ഞാൽ വലിയൊരു മനപ്രയാസം അവർക്ക് തമ്മിൽ ഉണ്ടാകേണ്ടി വന്നു, അല്ലെങ്കിൽ ആ ശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ ഉണ്ടാകേണ്ടതായിട്ട് വന്നു. അവിടെ അവർ കർത്താവിൻ്റെ വേല ചെയ്യുന്നതായിട്ട് നമ്മൾ കാണുന്നില്ല. എന്നാൽ മടങ്ങി വരുമ്പോൾ ആ സ്ഥലത്ത് പ്രസംഗിച്ചതായിട്ട് കാണുന്നുണ്ട്. നമ്മളായിരുന്നേലോ ഏത് വിധേനയും അവിടെ എന്ത് ചെയ്യും? ഇവിടെ വരെ വന്നല്ലയോ, പ്രസംഗിച്ചിട്ട് പോകാമെന്ന് ചിന്തിച്ചേന്. അപ്പം അതുകൊണ്ട് അവിടെ പ്രശ്നങ്ങളോ പ്രതിസന്ധികളോ ഉണ്ടെങ്കിൽ അവിടെ കർത്താവിൻ്റെ വേല ചെയ്യാൻ പോലും പറ്റാത്ത ഒരു മനസ്ഥിതി അവിടെ വന്നിരുന്നു എന്നുള്ളതാണ്. അത് കഴിഞ്ഞിട്ട് 2ാമത്തെ മിഷണറി യാത്ര ആരംഭിക്കുമ്പോൾ പൗലോസ് ആ മർക്കോസിനെ കൂടെ കൂട്ടിക്കൊണ്ടുപോകണം എന്നുള്ളതിന് എതിർത്ത് നിന്ന ഒരു മനുഷ്യനാണ്. എന്ന് പറഞ്ഞാൽ അദ്ദേഹം ശരിയായെങ്കിൽ മാത്രം നമ്മളുടെ കൂടെ കൂട്ടുക എന്നുള്ളൊരു കഠിന വാശിക്കാരനായിരുന്നു അപ്പോസ്തലനായ പൗലോസ്. എന്നാൽ അവിടെ ബർന്നബാസ് ചെയ്ത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആ മനുഷ്യനെ തൻ്റെ കൂടെ, അല്ലെങ്കിൽ ആ കൊച്ചു പയ്യനെ തൻ്റെ കൂടെ ചേർത്ത് പൗലോസിൽ നിന്നും അല്പം മാറി നിൽക്കേണ്ടതായിട്ട് പോലും വന്നു. ഞാൻ പറഞ്ഞതിൻ്റെ സാരം ഇതാണ്. അപ്പോൾ സുവിശേഷ വേല എന്ന് പറയുമ്പോൾ, കർത്താവിൻ്റെ ശുശ്രൂഷ എന്ന് പറയുമ്പോൾ, ഇങ്ങനെയുള്ള പല പ്രതികൂലങ്ങളിലൂടെയും പ്രതിസന്ധികളിലൂടെയും നമ്മൾ ഓരോരുത്തരും യാത്ര ചെയ്യേണ്ടതായിട്ട് വന്നേക്കാം. പക്ഷേ അവിടെയെല്ലാം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കർത്താവിൻ്റെ വേല ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിലൂടെ, ദൈവം നൽകുന്ന വെളിച്ചത്തിലൂടെ, ദൈവം തുറന്ന ബുദ്ധിയിലൂടെ നമ്മൾ മുന്നോട്ട് പോവുക എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവിനും ദൈവത്തിൻ്റെ വചനത്തിനും ആ ക്രമീകരണം അനുസരിച്ച് നമ്മൾ മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. അപ്പോൾ ഫിലിപ്പിയ സഭയോടുള്ള ബന്ധത്തിലും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, അങ്ങനെ പ്രയാസങ്ങൾ ഉണ്ടായപ്പോഴും അതിൻ്റെ നടുവിൽ ആ മിഷണറി ടീം 2ആയിട്ട് തിരിഞ്ഞ് അപ്പോസ്തലനായ പൗലോസ് ശീലാസിനെ തെരഞ്ഞെടുത്ത് താൻ പോയി സ്ഥാപിച്ച ഒരു സ്ഥലം സഭയായിട്ടാണ് നമുക്കവിടെ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ വളരെ പ്രതികൂലത്തിൻ്റെ നടുവിൽ ഉടലെടുത്ത ഒരു സ്ഥലം സഭയായിരുന്നു ഫിലിപ്പിയ സഭ എന്ന് പറയുന്നത്. അത് ആ സഭ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ വരുന്ന നാളുകളിൽ കർത്താവിൻ്റെ പ്രവർത്തനത്തിന് വേണ്ടി, അല്ലെങ്കിൽ കർത്താവിൻ്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി അപ്പോസ്തലനായ പൗലോസിന് ഒരു വലിയ പിൻബലമായിട്ട് ഇരുന്ന ഒരു സ്ഥലം സഭയും ആയിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ അവർ കർത്താവിനെ അനുസരിക്കുന്നത് പോലെ അപ്പോസ്തലനായ പൗലോസിനെയും വളരെ അനുസരിക്കുന്ന ഒരു സഭയായിരുന്നു എന്നുള്ളതാണ്.
എന്നാലോചിച്ച് എത്ര സന്തോഷമായിരിക്കും നമുക്ക്. നമ്മൾ ശുശ്രൂഷ ചെയ്യുന്ന സ്ഥലസഭയിൽ നമ്മൾ കർത്താവിൻ്റെ വചനം പറയുമ്പോൾ അവർ പൂർണ്ണമായിട്ട് അനുസരിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ നമുക്കൊരു നല്ല സന്തോഷമാണ്. പലപ്പോഴും നമ്മുടെ സ്ഥലസഭകളിലൊക്കെ നമുക്ക് സന്തോഷമില്ലാത്തതിൻ്റെ കാരണം നമ്മൾ കർത്താവിൻ്റെ വചനം പറയുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ ദൈവാത്മാവിൽ പറയുമ്പോൾ അതൊന്നും അനുസരിക്കാത്ത, മറുതലിച്ച് നിൽക്കുന്ന ഒരു തലമുറ ഇന്ന് വളർന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആരുടെയാണോ കുഴപ്പം? ഉപദേശിക്കുന്ന ആളിൻ്റെയാണോ? ഉപദേശം കേൾക്കുന്നവരുടെയാണോ? എല്ലാവരുടെയും കുഴപ്പങ്ങളുണ്ട്. നമ്മളെല്ലാവരും നമ്മുടെ കുഴപ്പങ്ങൾ എന്താണ് എന്നുള്ളത് നമ്മളെ തന്നെ ഒന്ന് ചിന്തിച്ച്, നമ്മളെ തന്നെ ഒന്ന് സ്വയം ശോധന ചെയ്ത് മുന്നോട്ട് പോകണമെന്നുള്ളതാണ് ഈ ക്ലാസ്സുകളിലൂടെ ദൈവാത്മാവിൽ ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ 12-ാമത്തെ വാക്യത്തിലേക്ക് നമുക്ക് വരാം. ഫിലിപ്പി ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 12-ാമത്തെ വാക്യത്തിലേക്ക് വരികയാണ്. അപ്പോൾ ആ വാക്യം വിശദീകരിക്കുന്നതിന് മുമ്പ് ഞാൻ ആ പറഞ്ഞ വാചകം ഒന്ന് ഞാനൊന്ന് വിശദീകരിക്കാം. അവിടെ പറയുന്നത് ഇങ്ങനെയാണ്: നിങ്ങളുടെ രക്ഷയ്ക്കായി എന്ത് ചെയ്യണം? പ്രവർത്തിക്കണം. നിങ്ങളുടെ രക്ഷയ്ക്കായി പ്രവർത്തിക്കണം. അപ്പം എന്താണ് ഈ രക്ഷയ്ക്കായിട്ട് പ്രവർത്തിക്കുക എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്? നമുക്കറിയാം, രക്ഷ കൃപയാലാണ്, അല്ലേ? രക്ഷ കൃപയാലാണ്. എഫേസ്യ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 5 മുതലുള്ള വാക്യങ്ങളിൽ നമ്മൾ വളരെ വ്യക്തമായിട്ട് നമ്മൾ വായിക്കുന്നുണ്ട്: കൃപയാലല്ലോ വിശ്വാസം മൂലം നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെയും പറയും, അതിനും നിങ്ങൾ കാരണമല്ല. അതിന് നിങ്ങൾ കാരണമല്ല, നിങ്ങളുടെ യാതൊരു പ്രവൃത്തികളും കാരണമല്ല, ദൈവത്തിൻ്റെ ദാനമത്രേ ആകുന്നു. എന്താണ് ദൈവത്തിൻ്റെ ദാനം? എന്താണ് ദൈവത്തിൻ്റെ ദാനം? ശ്രദ്ധിച്ചിരിക്കണം, ഇടയ്ക്ക് ചോദ്യമൊക്കെ ഇങ്ങനെ വരും കേട്ടോ. ഞാൻ വാക്യം ഒന്നുകൂടെ പറയാം: കൃപയാലല്ലോ വിശ്വാസം മൂലം നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. കൃപയാലല്ലോ വിശ്വാസം മൂലം നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. അതിനും നിങ്ങൾ കാരണമല്ല, അത് ദൈവത്തിൻ്റെ ദാനമത്രയാകുന്നു. എന്താണ് ദൈവത്തിൻ്റെ ദാനം? ഇനിയും ഒരാൾ നമ്മളോട് ചോദിക്കുകയാണ്, എങ്ങനെയാണ് രക്ഷിക്കപ്പെട്ടത്? എങ്ങനെയാണ് രക്ഷിക്കപ്പെട്ടെ? വിശ്വാസത്താല നമ്മൾ രക്ഷിക്കപ്പെട്ടെ. ആ വിശ്വാസത്തിൻ്റെ പ്രത്യേകതയാണ് കൃപയാലല്ലോ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടത്. അപ്പോൾ നമ്മൾ ചോദിക്കുക, നിങ്ങളുടെ രക്ഷ എങ്ങനെയായിരുന്നു? എങ്ങനെയാണ് രക്ഷിക്കപ്പെടുന്നേ? നമ്മൾ പറയുകയാണ്, വിശ്വാസം മൂലം. ആര് വിശ്വസിച്ചു? ഞാൻ വിശ്വസിച്ചു. അപ്പം ഞാൻ വിശ്വസിച്ചപ്പോൾ അതെൻ്റെ പ്രവൃത്തിയല്ലേ? ചിന്തിച്ചേ, ഞാൻ ചെയ്ത ഒരു കാര്യമല്ലേ? ഞാൻ വിശ്വസിച്ചു, അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു? രക്ഷിക്കപ്പെട്ടു. ഒന്നുകൂടെ ചിന്തിക്കണേ, മനസ്സിലാക്കണേ. ഇനിയും പൗലോസ് പറയുക, കൃപയാലല്ലോ വിശ്വാസം മൂലം നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്, അതിനും നിങ്ങൾ കാരണമല്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? അതിന് നിങ്ങൾ കാരണമല്ലെന്ന് പറഞ്ഞാൽ പറഞ്ഞേ. ആൻറ്റി പറഞ്ഞ വളരെ കറക്റ്റാ. ഈ വിശ്വാസം എന്ന് പറയുന്നത് പോലും ദൈവത്തിൻ്റെ ദാനമാണ്. എന്നാലോചിച്ചേ, ദൈവം എനിക്ക് ദാനം ചെയ്ത ഒരു കാര്യം, ഞാൻ രക്ഷിക്കപ്പെടാൻ വേണ്ടി ഞാൻ വിശ്വസിക്കണമല്ലോ. അപ്പം ഞാൻ വിശ്വസിക്കാൻ ദൈവം എനിക്ക് ആദ്യം ദാനം ചെയ്തത് എന്താ? വിശ്വാസം. അതാ പറഞ്ഞേ, അതിനും നിങ്ങൾ കാരണമല്ല എന്ന് പറഞ്ഞാൽ, ഞാൻ വിശ്വസിച്ചതുകൊണ്ട് രക്ഷിക്കപ്പെട്ടു എന്ന് ആർക്കും പറ്റത്തില്ല. ഞാൻ വിശ്വസിച്ചത് എങ്ങനെ? ദൈവത്തിൻ്റെ ദാനമായിട്ട് എനിക്ക് തന്ന വിശ്വാസമാണ് എന്നെ ഏതിലേക്ക് നയിച്ചത്? രക്ഷയിലേക്ക് നയിച്ചത്. അതാണ് ആ വാക്യത്തിൻ്റെ അർത്ഥം. കൃപയാലല്ലോ വിശ്വാസം മൂലം നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. നോക്കിയേ, അത് ഞാനൊന്ന് ക്ലിയർ ചെയ്തിട്ട് മുന്നോട്ട് പോകാം. 1-ാം അധ്യായം 29-ാമത്തെ വാക്യം നോക്കിയേ. 1:29. പിന്നീട് ആ വാക്യം നമുക്ക് ആവശ്യമായിട്ട് വരും. 1:29. അത് ദൈവം തന്നെ വെച്ചതാകുന്നു, ക്രിസ്തുവിൽ വിശ്വസിപ്പാൻ മാത്രമല്ല, അവനു വേണ്ടി കഷ്ടം അനുഭവിപ്പാനും കൂടെ നിങ്ങൾക്ക്. അപ്പം 2 വരം തന്നു ദൈവം. വരമെന്ന് പറഞ്ഞാൽ എന്താ? വരം, സമ്മാനം, ഗിഫ്റ്റ്. ഞാൻ ചോദിക്കാതെ എനിക്ക് തരുന്നത്, എനിക്ക് ഗിഫ്റ്റായിട്ട്, സമ്മാനമായിട്ട് ദൈവം എനിക്ക് തന്ന 2 കാര്യങ്ങളാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. എന്തൊക്കെയാണ്? ക്രിസ്തുവിൽ വിശ്വസിപ്പാൻ മാത്രമല്ല, അവന് വേണ്ടി കഷ്ടം അനുഭവിപ്പാനും നിങ്ങൾക്ക്
വരം തന്നിരിക്കുന്നു. അപ്പോൾ കൃപയാലല്ലോ വിശ്വാസം മൂലം നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്, അതിന് നിങ്ങൾ കാരണമല്ല, ദൈവത്തിൻ്റെ ദാനമത്രയാകുന്നു എന്ന് പറയുന്നതിൻ്റെ വിശദീകരണമാണ് പൗലോസ് ഇവിടെ പറയുന്നത്. ക്രിസ്തുവിൽ വിശ്വസിപ്പാൻ മാത്രമല്ല. അപ്പം അവിടെ വേറൊരു കാര്യം കൂടെ ഒന്ന് ഉരുത്തിരിഞ്ഞു വരുന്നില്ലേ? എനിക്ക് വിശ്വാസവും ദാനമായിട്ട് തന്നു. അല്ല, കഷ്ടത അങ്ങ് വിട്ടോ, കഷ്ടത വിട്ടോ. അല്ല, അതിനിടയ്ക്കൊരു സംഭവം ഉണ്ട് ആൻറ്റി. ഈ വാക്യം ഒന്നുകൂടെ വായിച്ചേ. ക്രിസ്തുവിൽ വിശ്വസിപ്പാൻ മാത്രമല്ല. അവിടെ ഉത്തരവായി. എനിക്ക് വിശ്വാസം എന്ന് പറയുന്ന ആ സംഭവവും ദൈവം തന്നു. വിശ്വസിപ്പാനുള്ള, മനസ്സിലായി ഞാൻ പറഞ്ഞേ? വിശ്വസിപ്പാൻ എനിക്ക് കൃപ തന്നെന്ന്, ദാനം തന്നെന്ന്. ഇപ്പം ദൈവം എനിക്ക് വിശ്വാസം ദാനം ചെയ്തെന്നും പറഞ്ഞ് ഞാൻ വിശ്വസിക്കണമെന്നില്ലല്ലോ, ഞാൻ വിശ്വസിക്കണമെന്നില്ല. അപ്പോൾ എനിക്ക് വിശ്വസിക്കാനുള്ള, അതിനെന്താ പറയുന്നത്, എനിക്ക് വിശ്വസിക്കാനുള്ള ബലം കൂടെ എനിക്ക് തന്നു, ശക്തിയോടെ എനിക്ക് തന്നു, കൃപയോടെ എനിക്ക് തന്നു. അപ്പോൾ ഈ കൃപ എന്ന് പറയുന്ന ശക്തിയാണ് കേട്ടോ. പൗലോസിനോട് കർത്താവ് പറഞ്ഞു, എൻ്റെ കൃപ നിനക്ക് മതി, സെമിക്കോളൻ, ബാക്കി എൻ്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു. അപ്പം എൻ്റെ കൃപ നിനക്ക് മതി, എൻ്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു. ഇത് രണ്ടും രണ്ടല്ല, ഇത് രണ്ടും ഒന്നാണ്. അപ്പം എൻ്റെ കൃപ സമം എൻ്റെ ശക്തി. അപ്പം എൻ്റെ കൃപ സമം എൻ്റെ ശക്തി. അപ്പോൾ അതിനാ പൗലോസ് പറയുന്നേ, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം, എന്നിൽ പ്രവർത്തിക്കുന്നവൻ, എന്നെ കൊണ്ട് പ്രവർത്തിപ്പിക്കുന്നവൻ, എന്നെ കൊണ്ട് ചെയ്യിക്കുന്നവൻ എന്നാണ് അതിൻ്റെ അർത്ഥം. ഇത്രയേ ഉള്ളൂ. ലളിതമായിട്ടാണല്ലോ, മനസ്സിലാവുന്നുണ്ടല്ലോ. അപ്പോൾ എനിക്ക് ദൈവം വിശ്വാസം തന്നു, അതെനിക്ക് ദാനമായിട്ട് എൻ്റെ ഉള്ളിൽ തന്നു. അതിന് യൂദയുടെ ലേഖനത്തിൽ പ്രാരംഭത്തിൽ നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത്. യൂദയുടെ ലേഖനം പ്രാരംഭത്തിൽ ഒരിക്കലായിട്ട്, ബാക്കി നിങ്ങളങ്ങ് പറയണം കേട്ടോ, ഒരിക്കലായിട്ട് ഭരമേൽപ്പിച്ചിരിക്കുന്ന വിശ്വാസത്തിനു വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യണം? പോരാടണം എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? ഒരിക്കലായിട്ട്, അതായത് ഞാൻ രക്ഷിക്കപ്പെടുന്നതിന് വേണ്ടി മാത്രമല്ല, എൻ്റെ ജീവിതത്തിൽ അവസാനം വരെ, ഈ ഭൂമിയിൽ എൻ്റെ ജീവിതം എന്നുവരെയുണ്ടോ അന്നുവരെ ഞാൻ വിശ്വാസത്തിന് വേണ്ടി. ഇപ്പം നമ്മൾ ഒരാൾ രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാൽ, അല്ലെ നമ്മൾ വേറെ ഏതെങ്കിലും വിഭാഗത്തിൽ നിന്ന് നമ്മൾ ഇങ്ങോട്ട് വന്നതാണെങ്കിൽ നമ്മളെ നോക്കി മറ്റുള്ളവർ പറയും, അല്ലെ നമ്മൾ നമ്മളെക്കുറിച്ച് തന്നെ പറയും, ദേ ആ പുള്ളിക്കാരൻ ഇപ്പോൾ ആരാ? വിശ്വാസിയാ, അല്ലേ? വിശ്വാസിയാ. എന്താ അതിൻ്റെ അർത്ഥം? നമ്മൾ ആരും പറയരുത് അവൻ വിശ്വസിച്ചത് കൊണ്ട് അവൻ വിശ്വാസിയായെന്ന് പറയരുത്. അവന് വിശ്വാസവും ദൈവം കൊടുത്തു, വിശ്വസിക്കാനുള്ള ശക്തിയും അവന് കൊടുത്ത്. ഒന്ന് ആലോചിച്ചേ. അപ്പം അതിന് നിങ്ങൾ കാരണമല്ല എന്ന് പറയുമ്പോൾ ദൈവം നമ്മളിൽ പ്രവർത്തിക്കുന്നു, ദൈവം നമ്മൾക്ക് തന്നു. ഈ കാര്യങ്ങളാണ് നമുക്കവിടെ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ രക്ഷയ്ക്കായി പ്രവർത്തിപ്പീൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഒന്നും പ്രവർത്തിക്കാതെ ദൈവം എന്നെ കൊണ്ട് ചെയ്യിച്ച്, അല്ലെങ്കിൽ ദൈവം എല്ലാം ദാനമായിട്ട് തന്ന് എന്നെ ശക്തനാക്കി, എന്നെ ശക്തിപ്പെടുത്തി ഈ കൃപയിലേക്ക് എന്നെ കൊണ്ടുവന്നു, എന്നെ രക്ഷയിലേക്ക് എൻ്റെ കർത്താവ് കൊണ്ടുവന്നു. അപ്പോൾ ഇനിയും നമ്മൾ എന്താ ചെയ്യേണ്ടതെന്നുള്ളതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ രക്ഷയ്ക്കായി പ്രവർത്തിപ്പീൻ എന്ന് പറഞ്ഞപ്പോൾ നമ്മൾക്ക് ലഭിച്ചതിനെക്കുറിച്ചോ ഇനി ലഭിക്കാനിരിക്കുന്നതിനെ കുറിച്ചോ അല്ല അവിടെ പറഞ്ഞിരിക്കുന്നത്. മനസ്സിലായല്ലോ? അപ്പം നമുക്ക് ലഭിച്ചതിനെക്കുറിച്ചാണ് ഞാൻ ഇതുവരെ പറഞ്ഞത്. ഇനി ലഭിക്കാനിരിക്കുന്ന ഒരു രക്ഷയുണ്ട്. എന്താണ്? എൻ്റെ ശരീരത്തിൻ്റെ രക്ഷ. അപ്പോൾ എൻ്റെ ആത്മാവിൻ്റെ വീണ്ടെടുപ്പ് സാധിപ്പിച്ചു തന്നു. അത് പൂർണ്ണമായിട്ടും എൻ്റെ കർത്താവിൻ്റെ ഉത്തരവാദിത്വമായിരുന്നു. എൻ്റെ കർത്താവ് അത് എൻ്റെ ജീവിതത്തിൽ ചെയ്തു തന്നു. ഇനിയും എൻ്റെ ശരീരത്തിൻ്റെ രക്ഷയോ, അതും ആരുടെ ഉത്തരവാദിത്വമാണ്? എൻ്റെ കർത്താവിൻ്റെ ഉത്തരവാദിത്വം. എൻ്റെ ആത്മാവിൻ്റെ വീണ്ടെടുപ്പ് എൻ്റെ കർത്താവ് സാധിപ്പിച്ചു എങ്കിൽ എൻ്റെ ശരീരത്തിൻ്റെ വീണ്ടെടുപ്പ് എൻ്റെ കർത്താവ് സാധിപ്പിക്കും എന്നുള്ളതാണ് എൻ്റെ ഉറപ്പ്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് രക്ഷ ഭദ്രമാണ്, അതെന്ത് ചെയ്യത്തില്ല, നഷ്ടപ്പെടത്തില്ല. രക്ഷ ഭദ്രമാണെന്ന് പറയാൻ കാരണം ഇനിയും ഞാൻ രക്ഷിക്കപ്പെട്ടതാണെങ്കിലോ, മനസ്സിലായോ? വാക്ക് ശ്രദ്ധിച്ചോ. ഞാൻ രക്ഷിക്കപ്പെട്ടു, ഞാൻ വിശ്വസിച്ചു,
അവരാ കുറേ നാൾ കഴിയുമ്പോൾ ഞാൻ പോവാന്നും പറഞ്ഞ് അങ്ങ് പോകുന്നത്. അല്ലെങ്കിൽ എന്നെ കൊണ്ട് പറ്റത്തില്ല. ഇതേപോലെയാണ് നമ്മൾ ശുശ്രൂഷ രംഗങ്ങളിലും. നമുക്കറിയാം, നമ്മുടെ സ്ഥലം സഭകളിൽ ശുശ്രൂഷ രംഗങ്ങളിലൊക്കെ ഒരു വർഷം കഴിയുമ്പോൾ വളരെ പ്രതികൂലങ്ങളിലൂടെയും പ്രയാസങ്ങളിലൂടെയും ഒക്കെ പോകുമ്പോൾ നമ്മൾ പറയും എന്നെക്കൊണ്ട് മതി. എന്നിട്ട് ഉദാഹരണവും കൊണ്ടുവരും. ഏലിയാവ് മതി കർത്താവേ മതി. ഏലിയാവ് അങ്ങനെ പ്രാർത്ഥിച്ചില്ലയോ? 2 മോശ നിന്റെ പുസ്തകത്തിൽ നിന്ന് എൻ്റെ പേരങ്ങ് മായ്ച്ചു കളണേ. അതേപോലെ SB ഇല്ലയോ ശബരിമാങ്കൽ, അതിനകത്തുനിന്ന് എൻ്റെ പേരങ്ങ് വെട്ടിയേരെ, ഞാൻ പരിപാടിയൊക്കെ അങ്ങ് നിർത്തുകയാണ്. അപ്പം എന്താ ഈ മർക്കോസ് തിരിച്ചു പോകാനുള്ള കാരണം? മർക്കോസ് മടങ്ങിപ്പോകാനുള്ള കാരണം എന്താ? ഒത്തിരി കാരണമുണ്ട്, ഒരുപാട് കാരണങ്ങളുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം ദൈവത്തിൻ്റെ ആത്മാവ് പറയുകയാണ്, പരിശുദ്ധാത്മാവ് പറയുകയാണ്, ഞാൻ വിളിച്ചിരിക്കുന്ന വേലയ്ക്കായിട്ട് ബർന്നബാസിനെയും ശൗലിനെയും വേർതിരിപ്പി. ആരെ 2 പേരെ വിളിച്ചുള്ളൂ? മനസ്സിലായി ഞാൻ പറഞ്ഞേ? അപ്പം വിളിച്ചിരിക്കുന്ന വേലയ്ക്കായിട്ട് വേർതിരിക്കപ്പെട്ടവർ അവർ തുടരും. അപ്പോൾ ദൈവമാണ് എന്നെ രക്ഷിച്ചതെങ്കിൽ, ദൈവമാണ് എന്നെ ശുശ്രൂഷയ്ക്കാക്കിയതെങ്കിൽ, ദൈവമാണ് എന്നെ ശക്തിപ്പെടുത്തിയതെങ്കിൽ അവൻ അതിൻ്റെ അവസാനത്തിലേക്ക് എന്നെ കൊണ്ടുവരുമെന്നുള്ളത് ഫിലിപ്പ് ലേഖനത്തിൽ അതിനുള്ളൊരു വാക്യമുണ്ട്. ഞാൻ ആ വിഷയം വരുമ്പോൾ ഞാനത് പറയുന്നതായിരിക്കും. അപ്പോൾ ദൈവം നമ്മളെ രക്ഷിച്ചു, ഇനി നമുക്കൊരു രക്ഷയുണ്ട്. അതാണ് എബ്രായ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നത്. അവൻ പാപം കൂടാതെ രണ്ടാമത് പ്രത്യക്ഷനാകും. എന്തിനു വേണ്ടിയാണ് പ്രത്യക്ഷനാകുന്നേ? നമ്മൾ കാത്തിരിക്കുകയാണ് എൻ്റെ ശരീരത്തിൻ്റെ ഒരു വീണ്ടെടുപ്പ്. അപ്പോൾ കൃപയാലല്ലോ വിശ്വാസം മൂലം നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. ഇനിയും അതേപോലെ ഒരു വാക്യം റോമാലേഖനത്തിലുമുണ്ട്, പ്രത്യാശയാലല്ലോ നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. എന്താണ് നമ്മുടെ പ്രത്യാശ? നമ്മുടെ ആത്മനാഥൻ, നമ്മുടെ ആത്മമണവാളൻ, നമ്മുടെ കർത്താവായ യേശുക്രിസ്തു എത്രയും വേഗം മധ്യാകാശത്തിൽ വെളിപ്പെടാനായിട്ട് പോവുകയാണ്. അവൻ പ്രത്യക്ഷനാകുമ്പോൾ അവനെ താൻ ഇരിക്കും പോലെ തന്നെ കാണുന്നതാകൊണ്ട് അവനോട് സദൃശ്യന്മാരായിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ പോവുക? രൂപാന്തരപ്പെടാനായിട്ട് പോവുകയാണ്. അപ്പോൾ നമ്മുടെ ശരീരത്തിൻ്റെ വീണ്ടെടുപ്പ് എത്രയും വേഗം സാധിക്കാനായിട്ട് പോവുകയാണ്. എങ്ങനെയാ അത് സാധിക്കുന്നത്? ഫിലിപ്പ് ലേഖനത്തിൽ നമ്മളത് വായിക്കുന്നുണ്ട്. നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ അവൻ്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായിട്ട് എന്ത് ചെയ്യാൻ പോവുക? രൂപാന്തരപ്പെടുത്താൻ. എങ്ങനെ? അവിടെ ഒരു ശക്തിയെക്കുറിച്ച് പറയുന്നുണ്ട്. എന്താണ്? തൻ്റെ വ്യാപാരശക്തി കൊണ്ട്. വ്യാപാരശക്തി, ഇത് അപ്പോസ്തലനായ പൗലോസിന്റെ ഒരു മനോഹരമായ ഒരു വാക്കാണ്. ഈ വ്യാപാരശക്തി അല്ലെങ്കിൽ എന്നിൽ വ്യാപരിക്കുന്നവൻ, ഇതൊരു വളരെ പ്രധാനപ്പെട്ട ഒരു പദമാണ്. ശുശ്രൂഷാ രംഗങ്ങളിൽ നമ്മളായിരിക്കുമ്പോൾ നമ്മൾ ഏറ്റവും അധികം നമ്മൾ അനുഭവിക്കേണ്ട ഒരു കാര്യമാണ് ഈ വ്യാപാരശക്തി. അതിന് മറ്റൊരു പേര് പറയുന്നുണ്ട്, അവൻ്റെ പുനരുദ്ധാന ശക്തി എനിക്ക് ഇനിയും എന്ത് ചെയ്യണം? അനുഭവിച്ചറിയണം. അവൻ്റെ വ്യാപാരശക്തി, അവൻ്റെ പുനരുദ്ധാന ശക്തി കൊണ്ട് എൻ്റെ ഈ താഴ്ചയുള്ള ശരീരത്തെ തൻ്റെ മഹത്വമുള്ള ശരീരത്തോട് എന്ത് ചെയ്യും? അനുരൂപമായിട്ട് രൂപാന്തരപ്പെടുത്തും എന്നാണ് പറയുന്നത്. അപ്പോൾ ആദ്യത്തേതും അവസാനത്തേതും എൻ്റെ യാതൊരു ക്രിയകളും കൊണ്ടല്ല സാധിച്ചതും ഇനി സാധിക്കാനായിട്ട് പോകുന്നത്. ഇനിയും അതിൻ്റെ നടുവിലേക്കൊന്ന് വന്നേ. അപ്പോൾ നമ്മൾക്ക് സാധിച്ച രക്ഷ, ഇനി സാധിക്കാൻ പോകുന്ന രക്ഷ, ഇനി അതിൻ്റെ ഇടയ്ക്കൊരു രക്ഷയുണ്ട്. അത് ഏതാ രക്ഷ? നമ്മുടെ ദേഹിയുടെ രക്ഷ. അതായത് അനുദിന ക്രിസ്തീയ ജീവിതത്തിൽ നമ്മളുടെ പ്രാണൻ, നമ്മളുടെ ദേഹി, അതായത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അക്ഷയഭൂഷണമെന്ന ആ ഗൂഢ മനുഷ്യൻ, പൗലോസ് പറയുന്നുണ്ട്, അവൻ എന്നിൽ വളരണം. അവനാണ് വളരേണ്ടത്, ഞാനോ കുറയണം. അതുമാത്രമല്ല, എൻ്റെ പുറത്തേ ഉള്ള മനുഷ്യൻ നാൾക്ക് നാൾ ക്ഷയിച്ചു വരുന്നുവെങ്കിലും എൻ്റെ അകമേ ഉള്ള മനുഷ്യൻ നാൾക്ക് നാൾ എന്ത് ചെയ്യുക? പുതുക്കം പ്രാപിക്കുകയാണ്. അപ്പോൾ നമ്മളുടെ അകത്തെ മനുഷ്യൻ, ആ ഗൂഢ മനുഷ്യൻ, ആ ഹൃദയ മനുഷ്യൻ, ദൈവത്തിൻ്റെ ആത്മാവ് എൻ്റെ ആത്മാവോട് ചേർന്ന് എന്നിൽ സൃഷ്ടിക്കപ്പെട്ട ഒരു പുതിയ മനുഷ്യൻ. അതാണ് പറയുന്നത്, ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു. അപ്പോൾ ആ പുതിയ സൃഷ്ടിക്ക് ഒരു പുതിയ ഹൃദയമുണ്ട്, ആ ഹൃദയത്തിന് ഒരു കണ്ണുണ്ട്,
ഒത്തിരി കാര്യങ്ങൾ എഫേസ്യ ലേഖനത്തിൽ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പോൾ ഈ നടുവിലുള്ള ഈ ദേഹിയോടുള്ള ബന്ധത്തിൽ നമ്മൾ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ, നമ്മൾ രക്ഷിക്കപ്പെട്ട ആ നാൾ മുതൽ എൻ്റെ ഈ ഭൂമിയിൽ നിന്നുള്ള വേർപാട് വരെ, അല്ലെങ്കിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവ് വരെ ഞാൻ ഇവിടെ ചെയ്യേണ്ട എൻ്റെ ഉത്തരവാദിത്തത്തെക്കുറിച്ചാണ് അപ്പോസ്തലനായ പൗലോസ് ഫിലിപ്പി ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 12-ാമത്തെ വാക്യത്തിൽ ആ ഒരു ഒറ്റ ചെറിയ വാചകത്തിൽ സൂചിപ്പിച്ചിരിക്കുന്നത്. എന്താണ്? നിങ്ങളുടെ രക്ഷയ്ക്കായി പ്രവർത്തിപ്പീൻ, നിങ്ങളുടെ രക്ഷയ്ക്കായി പ്രവർത്തിപ്പീൻ എന്നുള്ളത്. വിശദീകരണം മനസ്സിലായല്ലോ? ഇനിയും അതിൻ്റെ ഇംഗ്ലീഷിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഇങ്ങനെയാണ്: വർക്കൗട്ട് യുവർ സാൽവേഷൻ. വർക്കൗട്ട് യുവർ സാൽവേഷൻ. അതായത് നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന രക്ഷ പ്രവൃത്തിയിലേക്ക് കൊണ്ടുവരണം. ഇത്രയേ ഉള്ളൂ. രക്ഷയ്ക്കായി പ്രവർത്തിക്കുക എന്ന് പറയുന്നത് വർക്കൗട്ട് യുവർ സാൽവേഷൻ, അല്ലെങ്കിൽ വർക്കിംഗ് ഔട്ട്. നമ്മളുടെ ഉള്ളിൽ ദൈവം തന്നിരിക്കുന്ന ഈ രക്ഷ, ദൈവത്തിൻ്റെ ആത്മാവ്, ദൈവത്തിൻ്റെ വചനം, ദൈവത്തിൻ്റെ കൃപ, ഇതെല്ലാം പ്രവർത്തിച്ച് ഇങ്ങോട്ട് കൊണ്ടുവരണം, ഇങ്ങോട്ട് വെളിയിലേക്ക് കൊണ്ടുവരണം. അവിടെയാണ് നമുക്ക് ആത്മീക വളർച്ച ഉണ്ടാകുന്നത്. ആത്മീക വളർച്ച ഉണ്ടാകുന്നത്. ഇന്ന് ആത്മീക വളർച്ച എന്ന് പറയുന്നത് വളരെയധികം തെറ്റിദ്ധരിക്കപ്പെടുന്ന ഒരു കാലത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ആത്മീക വളർച്ച എന്ന് പറയുന്നത് നമ്മളൊക്കെ എങ്ങനെയാ ആത്മീക വളർച്ച? ആ പുള്ളിക്ക് ഭയങ്കരമായിട്ട് ബൈബിൾ അങ്ങ് അറിയാം, കാണാതെ പഠിച്ചു വെച്ചേക്കുക, എഴുന്നേറ്റ് നിന്നാൽ മതി, ഇങ്ങോട്ട് വന്നോളൂ. ബൈബിൾ ഇങ്ങനെ, പിന്നെ നമ്മുടെ ഭാഷയിലൊക്കെ പറഞ്ഞാൽ ബൈബിൾ അരച്ച്, എങ്ങനെ ഇവിടെയൊക്കെ പറയുന്നത്, അരച്ച് കലക്കി, എന്തോ കഷായം വല്ലോ വന്നോ, അരച്ച് കലക്കി, അങ്ങനെയൊക്കെ അരച്ച് കലക്കി. ഇതല്ല ആത്മീക വളർച്ച എന്ന് പറയുന്നത്. ആത്മീക വളർച്ച എന്ന് പറയുന്നത് ഒരു വാക്യം ഞാനൊന്ന് സൂചിപ്പിച്ചിട്ട് ഞാൻ ഇങ്ങോട്ട് വരാം. എബ്രായ ലേഖനം 6-ാം അധ്യായം, എബ്രായ ലേഖനം 6-ാം അധ്യായത്തിൻ്റെ 2-ാമത്തെ വാക്യം ഇങ്ങനെയാണ്. എബ്രായ ലേഖനം 6-ാം അധ്യായം 2-ാം വാക്യം അവസാനം, 1ഉം 2ഉം ഒരു വാക്യം തന്നെയാണ്. ആ 2-ാം വാക്യത്തിൻ്റെ അവസാനം മലയാളത്തിൽ ഇങ്ങനെയാണ്: അടിസ്ഥാനം പിന്നെയും ഇടാതെ നാം ക്രിസ്തുവിനെ കുറിച്ചുള്ള ആദ്യ വചനം വിട്ട് പരിജ്ഞാനപൂർത്തി പ്രാപിപ്പാൻ ശ്രമിക്കണം. പരിജ്ഞാനപൂർത്തി പ്രാപിക്കാൻ ശ്രമിക്കണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? BTH എടുത്ത് ഇനിയും അടുത്ത എന്തുവാ? MTH, പൂർത്തീകരണത്തിലേക്ക് പോവുക. അപ്പോൾ MTH കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വിചാരിക്കും, ഇവിടം കൊണ്ട് ഒന്നും, ഈ പഠിക്കും തോറും വിചാരിക്കും നമുക്കൊന്നും അറിയത്തില്ലെന്ന്. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ കൂടുതലായിട്ട് പഠിക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ PhD-യിലേക്ക് പോകും. ഒരു PhD എടുത്ത് കഴിയുമ്പോൾ വിചാരിക്കും, ഈ ഒരെണ്ണം കൊണ്ടൊന്നും ശരിയാവത്തില്ല, ഒന്നും ഉണ്ടെന്നോ അതിൽ ഒരെണ്ണം കൂടെ എടുത്തുകൾ, 2 എണ്ണം. ഇതാ ഈ പരിജ്ഞാനപൂർത്തി എന്ന് പറഞ്ഞാൽ പഠിക്കുക, ഇത് നമ്മുടെ തലയിലേക്ക് കയറ്റുക എന്നുള്ളതാണ്. പക്ഷേ പൗലോസ് അതിന് കൊരിന്ത്യരോട് കൊരിന്ത്യ അതിന് മിടുക്കരായിരുന്നു കേട്ടോ. കൊരിന്ത്യര് ജ്ഞാനത്തിൻ്റെയും ജ്ഞാനികളുടെയും അരിസ്റ്റോട്ടിലിൻ്റെയും സോക്രട്ടീസിൻ്റെയും ഒക്കെ നാടാണ് ഈ ഗ്രീസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കൊരിന്തെന്ന് പറയുന്നത്. അവർ ഭയങ്കരമായിട്ട് പഠിക്കുന്ന ആളുകളാണ്. അവർ പഠിച്ച് സഭ മൊത്തവും, ഇന്നും നമ്മുടെ സഭയിലൊക്കെ പ്രശ്നത്തിൻ്റെ കാരണം ഇതാണോന്ന് എനിക്കൊരു സംശയം തോന്നിപ്പോയിട്ടുണ്ട്. കൺവെൻഷനും അതും ഇതും ഇപ്പോൾ പറഞ്ഞു കേട്ട് 2000 വീഡിയോസ് ഇട്ടിട്ടുണ്ടെന്ന്. ഇതെല്ലാം കൂടെ കൊണ്ടങ്ങ് പഠിക്കുകയല്ലയോ? പഠിച്ച് നമ്മൾ സാധാരണ പറയും കുളിപ്പിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും അങ്ങ് പഠിത്തമാണ്. അതിൻ്റെ കാരണമെന്ന് പറഞ്ഞാൽ ആ പാവപ്പെട്ട ഉപദേശി വന്ന് നിന്ന് പ്രസംഗിക്കുമ്പോൾ ഇരിക്കുന്നവർ മൊത്തം ഈ ഉപദേശി എന്ത് തെറ്റ് പ്രസംഗിക്കുന്നെന്നുള്ളതാണ് ഇവിടുത്തെ വിഷയം. അല്ലാതെ ഈ ഉപദേശം നല്ല കാര്യം വല്ലതും പറഞ്ഞോ, എൻ്റെ ജീവിതത്തിലേക്ക് വല്ലതും പറഞ്ഞോ? ഇനിയും ഈ പ്രസംഗിക്കുന്ന പുള്ളികളെക്കാട്ടിൽ നല്ലതുപോലെ ആർക്കറിയാം ഈ ഇരിക്കുന്ന ആളുകൾക്ക്? എന്നാൽ പിന്നെ അവർ വന്ന് എന്നാൽ അതുമില്ല, അവർ നിൽക്കത്തുമില്ല, അല്ലേ, പ്രസംഗിക്കത്തുമില്ല, മൊത്തത്തിൽ അങ്ങ് പ്രശ്നമാണ്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ പറഞ്ഞിരിക്കുന്ന ഈ ആത്മീക അല്ലെങ്കിൽ പരിജ്ഞാന പൂർത്തി പ്രാപിക്കുക എന്ന് പറഞ്ഞാൽ പലപ്പോഴും നമ്മളുടെ ഈ മലയാളം ബൈബിളിലെ മലയാളം വാക്കുകൾ നമുക്കത് പൂർണ്ണമായിട്ട് അങ്ങോട്ട് ഗ്രഹിക്കാൻ പറ്റത്തില്ല. അവിടെ പറഞ്ഞിരിക്കുന്ന ഇങ്ങനെയാണ്: ലെറ്റ് us press on to maturity. എന്നാലോചിച്ച് അതിൻ്റെ മലയാളം ഒന്ന് ട്രാൻസ്ലേറ്റ് ചെയ്ത് നോക്കിയേ. ലെറ്റ് us, അല്ലെങ്കിൽ നാം പരിജ്ഞാന പൂർത്തി പ്രാപിക്കുക എന്ന് പറഞ്ഞാൽ ലെറ്റ് us go on to perfection, തികവിലേക്ക്, പൂർണ്ണതയിലേക്ക്
മറ്റൊരു വാക്കാണ് പക്വതയിലേക്ക്, മാച്യൂരിറ്റിയിലേക്ക് യാത്ര ചെയ്യുക. ആദ്യവചനം വിട്ട് പരിജ്ഞാനപൂർത്തി പ്രാപിക്കുക എന്ന് പറഞ്ഞാൽ ആ തികവിലേക്ക് നിങ്ങൾ പോകണം, പെർഫെക്ഷനിലേക്ക് പോകണം. എന്താ അതിൻ്റെ അർത്ഥം? ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്ന, അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്, നിങ്ങളുടെ ഹൃദയദൃഷ്ടി പ്രകാശിപ്പിച്ചിട്ട് നിങ്ങളുടെ നിങ്ങളെക്കുറിച്ചുള്ള വിളിയാലുള്ള ആശ ഇന്നതെന്ന് തിരിച്ചറിഞ്ഞ് കൃപാമഹത്വത്തിൻ്റെ പുകഴ്ചയ്ക്കായിട്ട് നിലനിൽക്കുക എന്നുള്ള ആ ഒരു പദമാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഇനിയും എപ്പഫ്രാസ് കൊലോസിയിലെ വിശ്വാസികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ ദൈവഹിതം സംബന്ധിച്ചൊക്കെയും, ആലോചിച്ചേ, നിങ്ങൾ ദൈവഹിതം സംബന്ധിച്ചൊക്കെയും പൂർണ്ണ നിശ്ചയമുള്ളവരായിട്ട് നിൽക്കണം. പ്രാർത്ഥിക്കുക. ദൈവസഭയിലെ വിശ്വാസികൾക്ക് വേണ്ടി ദൈവദാസൻ പ്രാർത്ഥിക്കുക, ദൈവഹിതം സംബന്ധിച്ച് പൂർണ്ണ നിശ്ചയമുള്ളവരായിട്ട്. റോമാലേഖനത്തിൽ പൗലോസ് പറയുകയാണ്, ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി എന്ത് ചെയ്യണം? രൂപാന്തരപ്പെടണം. എന്തിനു വേണ്ടിയാ? തികവിലേക്ക് വരണം, ആ പെർഫെക്ഷനിലേക്ക് വരണം, പക്വതയിലേക്ക് വരണം. നമ്മൾക്ക് ആത്മീകമായിട്ട് അല്ലെങ്കിൽ ബൈബിളിനെ കുറിച്ചുള്ള പരിജ്ഞാനം വർദ്ധിക്കുന്നു എന്ന് പറഞ്ഞ് നമ്മൾ പക്വതയിലേക്ക് വരണമെന്ന് ഇല്ല, പക്വതയിലേക്ക് വരണമെന്നില്ല. അതുകൊണ്ട് വിശ്വാസികൾ, ദൈവമക്കൾ, ദൈവദാസന്മാർ ഇന്ന് ആത്മീകമായിട്ട് അല്ലെങ്കിൽ ദൈവവചനം വായിച്ച് ആ പരിജ്ഞാനത്തെക്കാൾ ഉപരിയായിട്ട് നമ്മൾക്ക് ലഭിക്കുന്ന ആത്മീക പരിജ്ഞാനം എൻ്റെ ജീവിതത്തിൽ വർക്കൗട്ട് ചെയ്യണം, പ്രവർത്തിപദത്തിലേക്ക് വരണം. അതാണ് അപ്പോസ്തലനായ പൗലോസ് ആഗ്രഹിക്കുന്നത്. അല്ലെങ്കിൽ പൗലോസ് പറഞ്ഞ ഒരു വാക്കുണ്ട്, അക്ഷരം കൊല്ലുന്നു, ആത്മാവോ ജീവിപ്പിക്കുന്നു. നമ്മളുടെ ഇടയിൽ ഈ ന്യായപ്രമാണത്തിൻ്റെ, ദൈവവചനത്തിൻ്റെ അക്ഷരങ്ങൾ അക്ഷരമായിട്ട് തന്നെ എൻ്റെ ബുദ്ധിയിൽ നിൽക്കുന്നത് കൊണ്ടാണ് എനിക്ക് പക്വതയിലേക്ക് വരാനായിട്ട് സാധിക്കാത്തത്. പക്വതയിലേക്ക്, പരിജ്ഞാനത്തിൻ്റെ പക്വതയിലേക്ക് വരണം. ഇനി നമുക്ക് വളരെ പെട്ടെന്ന് മുന്നോട്ട് പോകാം. അപ്പോൾ എന്താണ് അല്ലെങ്കിൽ എന്ത് വർക്കൗട്ട് അവർ സാൽവേഷൻ, എൻ്റെ രക്ഷ, എനിക്ക് തന്നിരിക്കുന്ന രക്ഷയെ ഞാൻ പ്രവൃത്തിപദത്തിലേക്ക് കൊണ്ടുവരണം. അതാണ് യാക്കോബ് അപ്പോസ്തലൻ പറഞ്ഞത്, പ്രവൃത്തിയില്ലാത്ത വിശ്വാസം സ്വതവേ ഒറിജിനൽ, അത് ഉള്ളതങ്ങ് പറയാം. നമ്മൾ പറയാം വിശ്വാസം ഇല്ലാതെ അത് ചത്തതാണ്, ശരി തന്നെയാണ്, നിർജീവമാണ്. പ്രവൃത്തിയില്ലാത്ത വിശ്വാസം സ്വതവേ നിർജീവമാണ്, നിർജീവ്. അതുകൊണ്ടാണ് നമ്മളെയൊക്കെ നോക്കി മറ്റുള്ളവരൊക്കെ പറയുന്നത് ഈ പുള്ളികൾക്ക് എന്തോ ഇല്ല, അത് മാത്രമല്ല ഒന്നുമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചത്തതിനൊക്കുമോ ജീവിച്ചിരിക്കില്ല എന്ന് പറഞ്ഞാൽ നമ്മളങ്ങ് ഡ്രമ്മൊക്കെ അടിച്ച് പൊട്ടിക്കണമെന്നുള്ള അർത്ഥത്തിലല്ല ഞാനീ പറയുന്നത്. നമ്മളിലൂടെ ക്രിസ്തു ജീവിക്കണം, നമ്മളിലൂടെ ക്രിസ്തു ജീവിക്കണം എന്ന് പറഞ്ഞാൽ അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യരോട് പറയുകയാണ്, നിങ്ങൾ പ്രിയമക്കളെന്ന പോലെ, അല്ലെങ്കിൽ നിങ്ങൾ ഞങ്ങളെ അനുകരിക്കണം, എന്നെ അനുകരിക്കണം എന്ന് പറയത്തക്ക നിലയിൽ നമ്മളുടെ ജീവിതം ആയിത്തീരണം. ദൈവദാസന്മാർ, ദൈവദാസിമാർ, ദൈവമക്കൾ അങ്ങനെ ആയിരിക്കണം. ഇന്ന് നമ്മളുടെ പ്രശ്നം എന്താ? ഈ സഭയിൽ ആരുണ്ട്? എത്ര പ്രാവശ്യം നമ്മൾ ചോദിച്ചിരിക്കുന്നില്ലയോ? ഏതെങ്കിലും ഒരാൾ ഉണ്ടോ ഒന്ന് ചൂണ്ടിക്കാണിക്കാൻ, ഉണ്ടോ ഒന്ന് കാണാൻ? പൗലോസ് കൊരിന്ത്യരോട് പറയുകയാണ്, ധൈര്യത്തോടെ പറയുകയാണ്, ലുക്ക് അൺടു us, ഞങ്ങളെ നോക്കൂ, ഞങ്ങളെ അനുകരിക്കുക, ഞങ്ങളെ അനുകരിക്കുക. എഫേസോസിലെ വിശ്വാസികളോട് പറയുന്നത് നിങ്ങൾ ദൈവത്തെ അനുകരിക്കാൻ. അവരുടെ സ്പിരിച്വൽ സ്റ്റാൻഡേർഡ് ഒത്തിരി ഉയർന്നതായിരുന്നു എന്ന് പറഞ്ഞാൽ പൗലോസിനും ഏതാണ്ട് അപ്പുറത്തേക്ക് പോകത്തക്ക നിലയിൽ. കാരണം അവർ ക്രിസ്തുവിനെ അക്ഷയമായിട്ട് സ്നേഹിക്കുന്നവരാ. പക്ഷെ ഒരു 4-5 കൊല്ലം കഴിഞ്ഞപ്പോൾ ഇങ്ങ് താഴെ വന്നു. കർത്താവ് അവരോട് പറയുക, നിങ്ങളുടെ ആദ്യ സ്നേഹം അത് പണ്ടുണ്ടായിരുന്നേ അതെല്ലാം അങ്ങ് പോയി. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ളവരെ, നമ്മളിലുള്ള രക്ഷ, അപ്പോൾ എൻ്റെ ഉള്ളിൽ രക്ഷ എനിക്ക് ദാനമായിട്ട് തന്നു, കൃപ എനിക്ക് ദാനമായിട്ട് തന്നു, വിശ്വാസം എനിക്ക് ദാനമായിട്ട് തന്നു, വിശ്വസിക്കാനുള്ള ശക്തി എനിക്ക് ദാനമായിട്ട് തന്നു, ദൈവത്തിൻ്റെ വചനവും എൻ്റെ ഹൃദയത്തിൽ
തന്നു. അപ്പോൾ രക്ഷിക്കപ്പെടുന്നത് ദൈവത്തിൻ്റെ ആത്മാവും ദൈവത്തിൻ്റെ വചനവും എൻ്റെ ഉള്ളിലേക്ക് വന്ന് എന്നെ രൂപാന്തരപ്പെടുത്തുകയാണ്, എന്നെ ഒരു പുതിയ സൃഷ്ടിയാക്കി മാറ്റുകയാണ്. അങ്ങനെ പുതിയ സൃഷ്ടിയായി തീർന്ന ഞാൻ ഈ രക്ഷ എൻ്റെ പ്രവൃത്തിപഥത്തിലേക്ക് കൊണ്ടുവരണം. ഒരു ചോദ്യം, എത്രത്തോളം എനിക്ക് പ്രവൃത്തിപഥത്തിലേക്ക് കൊണ്ടുവരാൻ ഇടയായി തീർന്നിട്ടുണ്ട്? അതാദ്യം എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ, 2 എൻ്റെ കുടുംബ ജീവിതത്തിൽ, 3 ഞാൻ ഉൾപ്പെട്ട് നിൽക്കുന്ന എൻ്റെ സ്ഥലം സഭയിൽ. അപ്പോൾ ചായ വന്നില്ലെന്ന് തോന്നുന്നു. അടുത്ത പോയിന്റോടെ ഒന്ന് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. എന്തിനാണ് രക്ഷയ്ക്കായിട്ട് പ്രവർത്തിക്കുന്നത്? എന്തിനാണ് രക്ഷയ്ക്കായിട്ട് പ്രവർത്തിക്കുന്നത്? 4 കാരണങ്ങളുണ്ട്. 1, 2-ാം അധ്യായത്തിൻ്റെ 6 മുതലുള്ള വാക്യങ്ങളാണ്. 2-ാം അധ്യായത്തിൻ്റെ 6 മുതലുള്ള വാക്യങ്ങളാണ്. 2-ാം അധ്യായം 6 മുതൽ 11 വരെയുള്ള വേദഭാഗങ്ങളാണ്. ചായ വന്നു കേട്ടോ. അപ്പോൾ ഒരു പോയിന്റ് നമുക്ക് നടത്താം. അപ്പോൾ എന്തിനാണ് രക്ഷയ്ക്കായിട്ട് പ്രവർത്തിക്കുന്നത്? 2-ാം അധ്യായത്തിൻ്റെ 6 മുതൽ 11 വരെ. ആ പോയിന്റ് ഇങ്ങനെ അങ്ങ് എഴുതിക്കോ: നമ്മുടെ രക്ഷ പ്രവൃത്തിയുടെ പ്രതിഫലനമാണ്. 1-ാമത്തെ പോയിന്റ്, എന്തിന് രക്ഷയ്ക്കായിട്ട് പ്രവർത്തിക്കണം? അതിലൊന്നാമത്തെ കാര്യം, എൻ്റെ രക്ഷ എന്ന് പറയുന്നത് ഒരു വലിയ പ്രവൃത്തിയുടെ പ്രതിഫലനമാണ്. അവർ സാൽവേഷൻ ഈസ് എ റിഫ്ലക്ഷൻ ഓഫ് ഗ്രേറ്റ് വർക്ക്. ഒരു മഹത്തായ പ്രവൃത്തിയുടെ പ്രതിഫലനമാണ്. എന്തായിരുന്നു ആ പ്രവൃത്തി? അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചു കൊള്ളണമെന്ന് വിചാരിക്കാതെ എത്രമാത്രം നമ്മുടെ കർത്താവ് താണു വന്നു. അതിന് ഗ്രീക്കിൽ ബൈബിൾ സ്കൂളിലൊക്കെ പഠിക്കുന്നവർക്കറിയാം, അതിന് പറയുന്നത് കെനോസിസ് എന്നൊരു വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. KENOSIS, കെനോസിസ്. അതായത് സ്വയം താഴ്ത്തുക, തന്നെത്താൻ താഴ്ത്തുക, തന്നെത്താൻ ശൂന്യമാക്കുക, മഹത്വം ഉരിഞ്ഞു വെക്കുക. ഈ വാക്കുകൾ ഓർമ്മയുണ്ടല്ലോ. തൻ്റെ മഹത്വം, എനിക്ക് നിന്റെ അടുക്കൽ ഉണ്ടായിരുന്ന മഹത്വത്തിലേക്ക് എന്നെ പിന്നെയും മഹത്വപ്പെടുത്തണം എന്ന് പറഞ്ഞാൽ തൻ്റെ മഹത്വം ഉരിഞ്ഞു വെച്ചിട്ട് തന്നെത്താൻ താഴ്ത്തി ഏറ്റവും ഒടുവിൽ ക്രൂശിലെ മരണത്തോളം താൻ ആരായി തീർന്നു? അനുസരണമുള്ളവനായി തീർന്നു. അപ്പം നമ്മുടെ കർത്താവ് എനിക്ക് രക്ഷ സാധിപ്പിച്ചു തന്നത് എങ്ങനെയാ? ഒറ്റ വാക്കിൽ പറഞ്ഞാൽ, താൻ സ്വയം ശൂന്യനാക്കി, തന്നെത്താൻ ഒഴിച്ചു, താഴ്ച അനുഭവിച്ചു. എൻ്റെ പ്രിയമുള്ളവരെ, ഒറ്റ വാക്കിൽ നമുക്കത് മനസ്സിലായെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എൻ്റെ രക്ഷ പ്രവൃത്തിപഥത്തിലേക്ക് കൊണ്ടുവരണമെങ്കിൽ ഞാൻ എന്നെ തന്നെ താഴ്ത്തിയേ പറ്റൂ. എന്നെ തന്നെ ദൈവകരങ്ങളിൽ സമർപ്പിച്ച് ഞാൻ ഒന്നുമില്ലാതായി മാറിയെങ്കിൽ മാത്രമേ എനിക്ക് ഈ രക്ഷ എങ്ങനെ കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ? പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവരാൻ. എല്ലാ പ്രശ്നത്തിൻ്റെയും തുടക്കം അവിടെയാ അല്ലേ? ഞാൻ സ്വയം, എൻ്റെ ശക്തി, ഞാൻ പറയുന്നത് പോലെ എൻ്റെ കർത്താവ് നമുക്ക് വേണ്ടി, നമ്മൾ പലപ്പോഴും ആരാധനയ്ക്ക് വായിക്കാനുള്ള ഒരു വാക്യമായിട്ട് മാറ്റി വെച്ചിരിക്കുക ഫിലിപ്പിലേൻ 2-ാം അധ്യായം. പക്ഷെ അതിലുപരിയായിട്ട് എൻ്റെ ജീവിതത്തിലേക്ക് എൻ്റെ കർത്താവിൻ്റെ സ്വഭാവം ഒന്ന് അടർത്തിയെടുത്ത് ഈ രക്ഷയ്ക്കായിട്ട് പ്രവർത്തിക്കുവാൻ എൻ്റെ കർത്താവിൻ്റെ പാതയിലൂടെ അവൻ നമുക്കൊരു നല്ല മാതൃക വെച്ചേച്ച് പോയിരിക്കുന്നു. പത്രോസും അത് നന്നായിട്ട് വിശദീകരിക്കുന്നുണ്ട്. ദൈവം വെച്ചാൽ ബാക്കി നമുക്ക് പിന്നെ ചിന്തിക്കാം. കർത്താവ് വചനങ്ങളാൽ നമ്മളെ സഹായിക്കുമാറാകട്ടെ.